ഇന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി. വിശദമായിട്ട് കാരണം ഞാനൊരു ലൈവിൽ ചെറുതായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും കൂടുതൽ എന്താണ്, ഏതാണ് എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ? ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. സെബാസ്റ്റ്യൻ എന്നാണ് കേട്ടോ പേര്. വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായതാണ്. ബൈക്ക് വന്ന് പുറകിൽ നിന്ന് വന്ന് ഇടിച്ചതാണ്. നടന്നു പോയതായിരുന്നു. അപ്പോൾ പുറകിൽ നിന്നൊരു ബൈക്ക് വന്ന് ഇടിച്ച് തെറിച്ച് വീണു. തലയ്ക്കുള്ളിൽ ബ്ലീഡിംഗ് ഒക്കെ ആയി. മരണാവസ്ഥയിൽ നിന്ന് ദൈവം തിരിച്ച് ഞങ്ങൾക്ക് തന്നതാണ് എൻ്റെ ഈ ചേന കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി കേട്ടോ. ഞങ്ങളുടെ വീട് വൈക്കം ചെമ്മനാഗിരി, കോട്ടയം ജില്ലയിലെ വൈക്കം ചെമ്മനാഗിരിയിലാണ്. ഇൻഡോ അമേരിക്കൻ ബ്രെയിൻ ആൻഡ് സ്പൈൻ ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം ഉണ്ടായത് ഫെബ്രുവരി 11-ാം തീയതി ഏകദേശം ഒരു 11:30 ആയപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അന്നേ ദിവസം ഇച്ചായൻ അവിടെ അടുത്തുള്ള അക്ഷയയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നടന്നു പോവുകയായിരുന്നു. അന്നേരമാണ് റോഡിൻ്റെ സൈഡിൽ കൂടി അങ്ങ് നടന്നു പോകുമ്പോഴത്തേക്ക് പുറകിൽ നിന്നൊരു ബൈക്ക് സ്പീഡിൽ വന്ന് ഇടിച്ച് ഹസ്ബൻഡ് തെറിച്ച് വീഴുന്നു. അതോടൊപ്പം തന്നെ ബൈക്കിലുള്ളവരും ഒക്കെ തെറിച്ച് വീഴുന്നു. പക്ഷേ അവർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അതിലൊരാൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് കുഴപ്പമില്ല. കൂട്ടത്തിലുള്ള വേറൊരാൾക്കും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇടിച്ച് തെറിച്ച് വീഴുന്നു. തലയ്ക്കാണ് പരിക്ക് പറ്റുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് നമ്മൾ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് ഉണ്ടായത്. ആ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്ക് സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയ്ക്കുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡും എന്താ പറയണത്, തലയ്ക്കുള്ളിൽ നല്ല നീരും ഒക്കെയുണ്ട്. തലയോട്ടിയൊക്കെ പൊട്ടിയേക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ സർജറി പോലും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഉടനെ തന്നെ ഹസ്ബൻഡിനെ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റി. കാരണം അത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇസ്രായേലിൽ കെയർ ഗീവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആയത് കാരണം ഉടനെ തന്നെ എന്നെ നാട്ടിലോട്ട് വരുവാനായിട്ടുള്ള എമർജൻസി ലെറ്ററൊക്കെ അറിയിച്ചു. ഞാനിവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് നാട്ടിലോട്ട് പോന്നു. അത്ര ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ഞാൻ വിളിച്ചിട്ടൊന്നും ഹസ്ബൻഡിനെ ആരും കാണിക്കുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, "നീ ഒന്ന് വന്ന് കണ്ടാൽ മതി, കുഴപ്പമൊന്നും ഇല്ലെന്ന്" പറഞ്ഞു. ഞാൻ ആകെ ടെൻഷനിലായി. എനിക്കിവിടുന്ന് ഒരുപാട് കൂട്ടുകാരും നമ്മുടെ വേണ്ടപ്പെട്ട ഓരോരുത്തരും ഞങ്ങളുടെ റൂമിലുള്ളവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കുവാനായിട്ട് വേണ്ട സഹായങ്ങൾ എല്ലാവരും ചെയ്തു തന്നു കേട്ടോ. അതും ദൈവം ഇടപെട്ട് ആ പേപ്പർ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 2 ഡേ വർക്കിംഗ് ഡേയ്സൊക്കെ വേണം ഇവിടുന്ന് നാട്ടിൽ പോകാനുള്ള പേപ്പർ വർക്കൊക്കെ ശരിയാകാൻ. എല്ലാം ദൈവം എത്രയും പെട്ടെന്ന് എനിക്ക് ശരിയാക്കി തന്നു. ഞാനങ്ങനെ നാട്ടിലെത്തി. ഞാനങ്ങനെ 2 ദിവസം എടുത്തു കേട്ടോ അവിടെ എത്തുവാനായിട്ട്. അപ്പോൾ ആ സമയം ഒരു 2 ദിവസം എന്ന് പറയണത് ഹസ്ബൻഡിന് ഒരനക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞെന്നാൽ മരിച്ചതിന് തുല്യമായിട്ടാണ് ഹസ്ബൻഡ് ആ വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞത്. അത്ര ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു. ഡോക്ടർ പറഞ്ഞിരുന്നത് 6 മുതൽ 12 ആഴ്ചയോ അല്ലെ 16 ആഴ്ചയോ ഒക്കെ വെൻറ്റിലേറ്ററിൽ വേണ്ടി വരും എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എന്താ പറയണത്, ഇനി രക്ഷപ്പെട്ട് വന്നാലും വീക്ക്നെസ് ഉണ്ടാകാം. നമ്മളെ ആൾ ഓർമ്മയുണ്ടാവുമോ, നമ്മളെ മനസ്സിലാവുമോ എന്നറിയില്ല, സംസാരിക്കുമോ എന്നറിയില്ല. അങ്ങനെ ഓരോന്നും ഡോക്ടർ എല്ലാം എന്താ പറയുന്നത്, അത്ര ക്രിട്ടിക്കലായിട്ടുള്ള ഒരവസ്ഥയാണെന്ന് ഡോക്ടർ നമ്മുടെ അടുത്ത് വിശദീകരിച്ചിരുന്നു, ഫാമിലിയുടെ അടുത്ത്. അത് കാരണം എല്ലാവരും വീട്ടിലെ പപ്പയും മമ്മിയും ബന്ധുജനങ്ങളും എല്ലാവരും ആകെ വിഷമിച്ച് എന്താ ഏതാണെന്നറിയാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ 13-ാം തീയതി വെളുപ്പിനെ ഞാനവിടെ ഹോസ്പിറ്റലിൽ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ ICUയിൽ ഇച്ചായനെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലുള്ളവരാണെങ്കിൽ നമുക്ക് അത്ര സപ്പോർട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളവിടെ വർക്ക് ചെയ്തത് കൊണ്ട് ആണെന്നുള്ളത് മാത്രമല്ല, ദൈവം അവർക്ക് അതിനുള്ള ഒരു മനസ്സ് കൊടുത്തു എന്ന് വേണം പറയാൻ. കാരണം അത്രയും കെയറായിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ അവിടുത്തെ ഡോക്ടേഴ്സും മറ്റ് നേഴ്സുമാരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകളും റേഡിയോളജിയിലുള്ളവരും ഓഫീസിലുള്ളവരും എല്ലാവരും ഓരോ സെഷനിലുള്ളവരും അത്രയും കെയറായിട്ടാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ നടന്നത്. അങ്ങനെ ഞാൻ ICUയിൽ എത്തി കാണുമ്പോഴത്തേക്കാണ് എൻ്റെ ഇച്ചായ വെൻറ്റിലേറ്ററിലാണെന്ന് എനിക്ക് എന്താ പറയണത്, എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്ക് ആകെ
ടെൻഷനായി. എനിക്ക് കണ്ടപ്പോൾ അങ്ങ് സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് നല്ല ഉറപ്പായിരുന്നു ദൈവം ഏതവസ്ഥയിലാണേലും ദൈവം എനിക്ക് എൻ്റെ ഈശാനെ തിരിച്ചെനിക്ക് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയാലും എനിക്ക് തിരിച്ചു തരും, അത്രയും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ വീട് വരെ എത്തിച്ചേർന്നത്. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഇച്ചായ എന്നാണ് വിളിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വിഷമത്തിൽ എൻ്റെ ഇച്ചായ എന്നെ ഒന്ന് നോക്കെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഇച്ചായനോട് സങ്കടപ്പെട്ടപ്പോഴത്തേക്ക് എൻ്റെ ഇച്ചായൻ ആ കണ്ണുകളൊന്ന് അനക്കി പതിയൊന്ന് തുറന്ന് ഒരു മിന്നായം പോലെ, അതുപോലെ തന്നെ എന്നെ ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് തലയൊന്ന് അനക്കിച്ചായ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇച്ചായൻ തലയൊന്ന് ഒരു മിന്നായം പോലെ ഒന്ന് അനക്കി. അയ്യോ അതെനിക്ക് എന്താ പറയണത്, എനിക്കങ്ങ് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. എനിക്ക് പക്ഷെ നല്ല ഉറപ്പായിരുന്നു ദൈവം എനിക്ക് എൻ്റെ ഇച്ചായനെ ഏതവസ്ഥയിൽ നിന്നും തിരിച്ചെനിക്ക് തരുമെന്ന് എനിക്ക് അത്രയും ഉറപ്പായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരൊക്കെ എന്നോട് പറഞ്ഞു, "ഡേനെ നീ ഇത് സങ്കടപ്പെടാതെ നീ ഒന്ന് സന്തോഷിക്കുകയോ ചെയ്യണ്ട. ഈ ഒരു അനക്കത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്. ഇപ്പം നീ വന്ന് വിളിച്ചപ്പോൾ കണ്ടോ നിൻ്റെ ഹസ്ബൻഡിന് നിന്നെ മനസ്സിലായി, നിൻ്റെ ഇച്ചായന് നിന്നെ മനസ്സിലായില്ലേ, അതല്ലേ നമ്മൾ സന്തോഷിക്കുന്ന, ഈ ദൈവം നമുക്ക് ഒരു അനുഗ്രഹം തന്നേക്കണമല്ലേ" എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ അവിടുന്ന് ഓരോ ദിവസവും നമുക്കത് കാരണം പ്രാർത്ഥിക്കുവാനുള്ള ഒരു ശക്തി അങ്ങ് കൂടി. അപ്പം ഒരു അനക്കം കിട്ടിയപ്പോൾ എല്ലാവർക്കും അതൊരു പോസിറ്റീവായി. ഞാൻ താഴെ വന്ന് പറഞ്ഞ് എല്ലാവരോടും, ബന്ധുക്കളോടും നമ്മുടെ കൂട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ICUയിൽ വന്നായിരുന്നു കേട്ടോ. അവരും എൻ്റെ കൂട്ടത്തിൽ കയറി വന്നത് അവരായിരുന്നു. അങ്ങനെ ആ ഒരു ICUയിൽ ആ ഒരു സംഭവം എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനയിൽ ഒന്നും കൂടി അങ്ങ് ഉറയ്ക്കാനുള്ള ഒരു മാനസികമായിട്ട് നമുക്കൊരു ധൈര്യം കിട്ടി കേട്ടോ. പക്ഷേ ഡോക്ടർ ആ സമയം നമുക്ക് റൗണ്ട്സിന് വന്നപ്പോൾ ICUയിൽ വിളിച്ച് എന്നെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, "ആ അനക്കം കിട്ടിയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. തലയ്ക്കുള്ളിൽ അത്രയും എന്താ പറയുന്നത് പ്രശ്നങ്ങളാണ്. അത് കാരണം നമ്മൾ നമ്മളെന്തിനും ഏതിനും നമ്മൾ കരുതിയിരിക്കണം. നമ്മൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നീ ഒരു റേഡിയോഗ്രാഫറല്ലേ, നിനക്ക് ഇത് കണ്ടാൽ മനസ്സിലാവില്ലേ. അത് കാരണം നീ അതിന് വേണ്ടി ഒരുങ്ങുക. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയണത്, നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറവുമാണ് ഈ ഒരവസ്ഥ" എന്നൊക്കെ നമ്മുടെ അടുത്ത് വിശദീകരിച്ച് തന്നുകൊണ്ടിരുന്നു. ആ സമയമെല്ലാം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം എനിക്ക് എൻ്റെ ഇച്ചായനെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു തരും, എല്ലാവരുടെ മുമ്പിലൊരു സാക്ഷ്യം പറയാൻ വേണ്ടി ദൈവം എനിക്ക് തിരിച്ചു തരുമെന്ന് എനിക്ക് അന്നേരം എല്ലാം എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഡോക്ടർ പറയണ ഒന്നും എൻ്റെ മനസ്സിലോട്ട് ഞാൻ എടുത്തതേ ഇല്ല. ഡോക്ടർ നോക്കിക്കോ, ദൈവം എൻ്റെ ഇച്ചായനെ എനിക്ക് തിരിച്ചു തരുമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ വികാരി അച്ഛനും എല്ലാം വന്ന് എന്നോട് പറഞ്ഞു, എന്താ പറയണത്, "നീ ഒന്ന് സങ്കടപ്പെടും, നിനക്ക് എന്താ പറയണേ, നിനക്ക് ഈ ഒരവസ്ഥ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ, എന്താണ് ഏതാണ് എന്നൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ, അത്ര ക്രിട്ടിക്കൽ സ്റ്റേജാണ് മോളെ" എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, "അച്ഛാ എനിക്ക് ഏത് ക്രിട്ടിക്കൽ സ്റ്റേജാണേലും എനിക്ക് നല്ല ഉറപ്പാണ് എൻ്റെ ദൈവം എൻ്റെ ഇച്ചാനെ എനിക്ക് തിരിച്ചു തരും." അതെനിക്ക് അത്രയും ഉറപ്പുള്ള കാര്യമായിരുന്നു. പക്ഷേ എല്ലാവരും എന്താ പറയണത്, എൻ്റെ ഇച്ചായൻ്റെ ആ ഒരു അവസ്ഥ അത്ര ക്രിട്ടിക്കലായത് കാരണം എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ പ്രാർത്ഥിച്ചത്. കാരണം ഈ ഒരു സംഭവം നടന്ന ആ സമയം, ഇങ്ങനെ ഇത്രയും നാൾ വെന്റിലേറ്റർ വേണമെന്ന് പറഞ്ഞ ആ സമയം മുതൽ ഞങ്ങളുടെ വികാരി അച്ഛനും കൈക്കാരന്മാരും ഇടവക ജനങ്ങളും ഒക്കെ ചേർന്ന് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം ആരാധന വയ്ക്കുകയും വെന്റിലേറ്റർ ഊരുന്ന അത്രയും നാൾ ആരാധന തുടരാമെന്ന് അവർ നിർദ്ദേശിക്കുകയും, അതുപോലെ തന്നെ പള്ളിയിൽ മാതാവിനെ സാരി ഉടുപ്പിച്ചു കൊണ്ടിരുന്നത് എൻ്റെ ഇച്ചായനാണ് കേട്ടോ. ചെമ്പിപ്പള്ളിയിലെ കപ്പ്യാരാണ്. അത് കാരണം പള്ളിയിൽ മാതാവിനെ സാരി ഉടുപ്പിക്കുന്ന ഇച്ചായനാണ്. അപ്പോൾ അത് കാരണം ആ ഉടുപ്പിച്ചേക്കുന്ന സാരി ഇച്ചായൻ തിരിച്ച് വരാതെ ആ സാരി ഊരത്തില്ല എന്നവർ മാതാവിനോട് പറയുകയും, അങ്ങനെ ഓരോരുത്തരും ഓരോ ഇടവക്കാരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും അവരവരുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അത് നാനാജാതി മതസ്ഥർ, അതും മുതിർന്ന ആൾ മുതൽ കുഞ്ഞു പിള്ളേർ വരെയും പ്രാർത്ഥിച്ചു. ഓരോരുത്തരും പറഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവരവരുടേതായ രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ
നാട്ടിൽ ചെന്ന അന്ന് തന്നെ ഇച്ചായനെ കണ്ട് ഉടനെ തന്നെ ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ പിള്ളേരെയും കൂട്ടി ഞങ്ങളുടെ തൊട്ട് പറ്റിയ മാതാവിൻ്റെ പള്ളിയുണ്ട് കേട്ടോ. എനിക്ക് അത്രയും വിശ്വാസമാണ് മാതാവിനെ. കാരണം ഞങ്ങളുടെ ഓരോ വീഴ്ചയിലും മാതാവ് യേശുവിൻ്റെ കൈ പിടിച്ച് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളതാണ്. അത് കാരണം ഞങ്ങൾക്ക് ഓരോ വിഷമങ്ങൾ തരുമ്പോഴും ആ സമയത്ത് ഓരോ വിഷമങ്ങളും തരുമ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെ അങ്ങ് തീർന്നു ഞങ്ങളെന്ന് ഞങ്ങൾ ചിന്തിച്ചേക്കുന്ന സമയങ്ങൾ പല പ്രാവശ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ആ വീഴ്ചയെല്ലാം ആ വീണതിനേക്കാൾ ഉയരത്തിൽ ഞങ്ങൾ ഉയർത്തുകയാണ് ദൈവം ചെയ്തേക്കുന്നത്. അത് കാരണം ഞങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു, ഈ ഒരു വീഴ്ച ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഒരു ഉയർപ്പിനുള്ള ഒരു വീഴ്ചയാണിതെന്ന് എനിക്ക് അത്രയും ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പിള്ളേരെയും കൂട്ടി ഉടനെ മാതാവിൻ്റെ അടുത്തോട്ട് ചെന്നു. മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൊച്ചു പള്ളിയാണ് കേട്ടോ അത്. അവിടെ ചെന്ന് അവിടെ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മാതാവേ, അവിടെ നിത്യസഹായ മാതാവിൻ്റെ രൂപമുണ്ട്. ആ മാതാവ് ഉണ്ണീശോയുടെ കൈ ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ട്. ഞാൻ പിള്ളേരോട് പറഞ്ഞ്, നമ്മുടെ ഈ പപ്പയുടെ ജീവനാണ് ആ കൈക്കുള്ളിൽ ഇരിക്കുന്നത്. അത് കാരണം മാതാവാണ് ആദ്യമായിട്ട് ഈശോയോട് പറഞ്ഞത് അത്ഭുതം ചെയ്യാനായിട്ട്. ആ മാതാവിനോട് നമ്മൾ പറയണം, നമ്മുടെ പപ്പേനെ, എൻ്റെ ഇച്ചായനെ നമുക്ക് തിരിച്ച് വേണം. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ മാതാവിന് തരാൻ പറ്റില്ല. നമ്മൾ ചോദിക്കുമെന്ന് വിചാരിച്ച് ആ ഉണ്ണീശോയും മാതാവും കൂടി കൈക്കുള്ളിൽ പിടിച്ചേക്കുവാണ് മക്കളെ. അത് കാരണം ഇപ്പം നമ്മൾ കരഞ്ഞ് സങ്കടത്തോടെ മാതാവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ മാതാവ് തരും, ഉറപ്പാന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ ഞങ്ങളുടെ 3 മക്കളും കരഞ്ഞ് മാതാവിനോട് ആ ഉണ്ണീശോയോട് പറഞ്ഞ്, ഞങ്ങൾക്ക് തിരിച്ച് തരാൻ, എൻ്റെ ഇച്ചായൻ്റെ ജീവൻ തിരിച്ച് താ, ഈ 3 മക്കളുടെ അപ്പനും കൂടിയാണ്, ഞങ്ങൾക്ക് തിരിച്ച് താ. ആ മാതാവിൻ്റെ ചുണ്ട് ഉണ്ണീശോയുടെ ചെവിയുടെ പറ്റിയിരിക്കണത്. ആ മാതാവൊന്ന് പതിയെ പറഞ്ഞാൽ മതി, ആ ഉണ്ണീശോയ്ക്ക് കേൾക്കാം. അത് കാരണം അമ്മ പറഞ്ഞാൽ മോന് തരാതിരിക്കാൻ പറ്റൂലല്ലോ. അത് കാരണം ഒന്ന് പറഞ്ഞ് മേടിച്ച് താ, ഞങ്ങൾക്ക് തിരിച്ച് എൻ്റെ ഇച്ചായൻ്റെ ജീവൻ വേണം എന്ന് പറഞ്ഞ് ആ മക്കളുമായിട്ട് ആ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിനൊരു ശാന്തത കിട്ടി. അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു, ഇനി നമ്മൾ കരയരുത്, മാതാവ് ഉണ്ണീശോയോട് പറഞ്ഞ് നമുക്ക് പപ്പേനെ തിരിച്ചു തരും. അത് കാരണം ഇനി കരയരുത്, ഇനി നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നമുക്ക് ഇച്ചായനെല്ലാം പൂർണ്ണമായിട്ട് റെഡിയാകുമെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് ഐസിയുൻ്റെ താഴെ ഞങ്ങളവിടെ ഇരുന്നു. അവിടെ കാണുന്ന ഞങ്ങളുടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും വന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും എന്തിനും ഏതിനും എല്ലാം മുൻപന്തിയിൽ എല്ലാവരും സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമുക്കൊരു ആപത്തുകളൊക്കെ വരുമ്പോൾ എല്ലാവരും പറയുമല്ലോ, ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഓടി ഒളിക്കുമെന്ന്. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾക്ക് ചുറ്റിനും ആളുകളെല്ലാം എന്തിനും ഏതിനും റെഡിയായിട്ട് ഞങ്ങൾക്ക് മുന്നേ എല്ലാവരും റെഡിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചെന്നിട്ടുള്ള 13-ാം തീയതി അങ്ങനെ ആ ഒരു സംഭവം കണ്ണനക്കി എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു സംഭവത്തോടു കൂടി അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ ബന്ധുക്കളെല്ലാവരും പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു കഴിഞ്ഞെന്നാൽ നമുക്ക് ഒരുപാട് മാറ്റം കിട്ടും, മാതാവ് ഇടപെടും, ഉടമ്പടി എടുത്താൽ ആ കാര്യം എല്ലാം അച്ചിട്ടായിട്ട് നടക്കും എന്ന് പറഞ്ഞ് നമ്മൾ കൃപാസനത്തിൽ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും അതിൻ്റേതായ ഉടമ്പടിയൊന്നും ഞങ്ങൾ എടുത്തിരുന്നില്ല. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിയും കൊണ്ട് പോരുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് ഉടമ്പടിയൊന്നും എടുത്തിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടം വരെ പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു. ഞാനാണ് ആകെ വിഷമിച്ച് ആകെ ടയേർഡായിട്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ എന്താ പറയണത്, ഐസിയിൽ കയറി കാണുന്നത് ആകെ കൂടി ഞാൻ മാത്രമേ കയറി കാണുകയുള്ളായിരുന്നു. കാരണം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഈശാനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ മാത്രമാണ് കയറിക്കൊണ്ടിരുന്നത്. അപ്പം പപ്പ പറഞ്ഞു, പപ്പയോട് ഞാൻ പറഞ്ഞു, പപ്പ എന്നാൽ പോയിട്ട് വാ, അവിടെ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ആരുടെ കൂടെ പോകുമെന്ന് നമുക്ക് അറിയില്ല. കാരണം പപ്പയൊക്കെ മാനസികമായിട്ടൊക്കെ വിഷമിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ തന്നെ പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പലവരോട് അന്വേഷിച്ചു. അന്നേരത്തേക്ക് ഈച്ചാൻ്റെ കൂട്ടുകാരനും വൈഫും പറഞ്ഞു ഞങ്ങൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ പപ്പ പോയി. പപ്പ അവിടെ ചെന്ന് ഉടമ്പടി എടുത്തു. അതും ആ ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ലായിരുന്നു. കാരണം പപ്പായ്ക്ക് 70 വയസ്സ് ആവുകയാണ്. അത് കാരണം
ഉടമ്പടി അവിടെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അത്രയും പ്രായമായവർക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ പപ്പ അവിടെ കരഞ്ഞ് പപ്പ പറഞ്ഞ് മരിച്ചതിന് തുല്യമായിട്ടാണ് എൻ്റെ മോൻ അവിടെ കിടക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഉടമ്പടി തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ അവിടെ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവർ അവസാനം ആ സിറ്റുവേഷൻ മനസ്സിലാക്കി പപ്പയ്ക്കൊരു സ്പെഷ്യൽ പാസ് അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ആ ഉടമ്പടി എടുക്കുന്ന സമയം പപ്പ അവിടെ പോയ സമയത്ത് ഞാൻ ICUയിൽ വിസിറ്റിംഗ് ടൈമിൽ കയറിയേക്കുമായിരുന്നു ഇച്ചായൻ്റെ അടുത്ത്. അപ്പോൾ ഇച്ചായൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇച്ചായനൊന്ന് കൈയൊന്ന് അനക്കുന്നത് എന്ന്. അപ്പോൾ അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കത് ഒരുപാട് സന്തോഷം കിട്ടി. അതും ഞാൻ വന്നപ്പോൾ തുറന്ന കണ്ണ് പതിയെല്ലോ ഒന്ന് മിന്നായം പോലെ അനക്കിയെന്ന് പറഞ്ഞത്. ആ കണ്ണ് ശരിക്കിനും പൂർണ്ണമായിട്ടും തുറന്ന് എന്നെ മനസ്സിലാക്കുന്നു. എന്താ പറയണേ, ഒത്തിരി വ്യത്യാസം ആൾക്ക്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു സന്തോഷമായി. അപ്പോൾ ഞാൻ ICUന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പപ്പ എന്നെ തിരിച്ച് വിളിക്കുവാണ്, മോളെ അവിടുന്ന് ഉടമ്പടി കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, ഞാൻ അതേ ഉടമ്പടി എടുത്ത് എന്നൊക്കെ പറഞ്ഞ് പപ്പ വിളിക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ ഈ സമയത്ത് ദേ ഇവിടെ ഞാൻ ICUന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഈ കണ്ണുകൾ പൂർണ്ണമായിട്ടും തുറന്ന് എന്നെ ശരിക്കും നോക്കി, എന്നെ കൈയൊക്കെ അനക്കി, കയ്യിലൊക്കെ പതിയെ തൊട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി സഞ്ചാരിയായ മാതാവ് അവിടെ എത്തി. ആ ഒരു അത്ഭുതമാണ് അവിടെ നടക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായി. കാരണം അത്രയും ആ മാറ്റം ഞങ്ങൾക്ക് വളരെയേറെ പോസിറ്റീവായിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടിക്കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ അറിയുന്ന ബന്ധുക്കളും എല്ലാം ഓരോ ദിവസവും ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം എല്ലാവരെയും പ്രാർത്ഥനയിൽ കൂടുതൽ ഉറപ്പിക്കുവാനായിട്ട് അങ്ങ് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലോട്ട് വരുവാനായിട്ട് ഇതായി. അത് ആ ഹോസ്പിറ്റലിൽ ഫുള്ള് എല്ലാവരും പ്രാർത്ഥനയിൽ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് അവർക്ക് എല്ലാം അതിൻ്റേതായ രീതിയിൽ അവർ ചെയ്തു പോന്നു. അങ്ങനെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു സംഭവം അവിടെ നടന്നത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകി. പപ്പ തിരിച്ച് വന്ന് ഞങ്ങൾക്ക് ആ ഒരു ഉടമ്പടി കാശുരൂപവും ആ വിശുദ്ധ തൈലവും അവിടുത്തെ വിശുദ്ധ പത്രവും എല്ലാം എൻ്റെ തന്നു കേട്ടോ. ഞാൻ അതും കൊണ്ട് ദിവസവും ICUയിൽ കയറാൻ തുടങ്ങി. അവിടെ ചെന്ന് എന്താ പറയണേ, ഇച്ചായൻ്റെ അടുത്ത് ചെന്ന് നെറ്റിയിലും, കാരണം എല്ലായിടത്തും കുരിശ് വരയ്ക്കാൻ കാരണം ഡോക്ടർ പറഞ്ഞിരുന്നത് മറ്റേ നമുക്ക് ഓർമ്മയുണ്ടാവുമോ അറിയില്ല, വെൻറ്റിലേറ്ററിലാണ് ഇത്രയും മാസങ്ങൾ നീണ്ട രീതിയിൽ 3-4 മാസം വന്ന രീതിക്ക് വെൻറ്റിലേറ്ററിൽ കിടക്കേണ്ടി വരും. അതുപോലെ തന്നെ കൈകാലുകൾ അനങ്ങുമോ എന്നറിയില്ല, സംസാരിക്കുമോ എന്നറിയില്ല എന്നൊക്കെയാണല്ലോ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അത് കാരണം നമ്മൾ ഈ വിശുദ്ധ തൈലം എല്ലാം നമ്മൾ തൊണ്ടയിലും എല്ലാം പുരട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ട്രക്കിയോസ്റ്റമി ചെയ്തായിരുന്നു. പിന്നെ വെൻറ്റിലേറ്റർ എൻ്റെ ഇതെല്ലാം ഉള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടുന്ന് കിട്ടിയ ആ തൈലം എല്ലാം കൊണ്ടുവന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഇച്ചാൻ്റെ തലയിലും ചുണ്ടത്തും തൊണ്ടയിലും വയറ്റത്തും കയ്യിലും കാലിലും എല്ലാം ഞാൻ പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നിൽക്കുന്ന സമയത്തെല്ലാം അത് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ കാശുരൂപം കിട്ടിയ കാശുരൂപത്തിൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ചു. വേറൊരു കാശുരൂപം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു കസിൻ തന്നതാണ്. ആ കാശുരൂപം ഞാൻ അവിടെ വെൻറ്റിലേറ്ററിൻ്റെ അവിടെ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ അവിടുത്തെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അത് ഞാൻ ശരിക്കും വയ്ക്കാൻ പോകാത്ത രീതിയിൽ വയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ കൂടി ചേർന്ന് അവിടെ മാതാവിൻ്റെ ആ ഒരു കാശുരൂപം, നമ്മൾ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഒരു കാശുരൂപം അവിടെ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിവിടെ വന്ന് 24 മണിക്കൂർ നോക്കാനുള്ള അനുവാദം ഇല്ല. ഇവിടെ മാതാവ് വേണം എൻ്റെ ഇച്ചാന് കാവലായിട്ട് എല്ലാം നിന്ന് ചെയ്യുവാനായിട്ട്. ഡോക്ടേഴ്സാണേലും നേഴ്സസ് ആണേലും എല്ലാവരും വന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എൻ്റെ മാതാവ് വേണം എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിച്ച് ഓരോ കാര്യവും ചെയ്യാൻ. അത് കാരണം മാതാവ് ഇവിടെ തന്നെ വേണമെന്നും പറഞ്ഞ് ആ കാശ് അവിടെ ഒട്ടിച്ചു വെച്ചു. അതുപോലെ തന്നെ ആ വിശുദ്ധ തൈലം എല്ലാം ഉടമ്പടി കാശുരൂപവും എല്ലാം ഇച്ചായൻ്റെ ദേഹത്തും ചുണ്ടത്തും എല്ലാം മുട്ടിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇച്ചായൻ്റെ അടുത്ത് ഞാൻ എന്നും ചെല്ലുമ്പോൾ ഇച്ചായന് വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ ഇച്ചായന് ഉമ്മ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മ കൊടുക്കുമ്പോൾ ഇച്ചായൻ ഇങ്ങനെ ഞാൻ ചെന്നപ്പോൾ മുതലല്ലേ കണ്ണ് തുറക്കാൻ തുടങ്ങിയത്. ഞാനാണെങ്കിൽ ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ദിവസം ചെന്നപ്പോൾ ഞാൻ ഉമ്മ കൊടുത്തപ്പോഴത്തേക്ക് കൈ അനക്കിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇച്ചായന് ഉമ്മ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇച്ചായ
"ഇച്ചായ എനിക്ക് തിരിച്ചൊരു ഉമ്മ തരുമോ?" എന്നും ചോദിച്ചുകൊണ്ട് ഞാൻ തല താത്തി കവിളിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇച്ചായൻ ആ വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് എനിക്ക് ഉമ്മ തന്നു. അതെനിക്ക് അയ്യോ അടക്കാനാവാത്തൊരു സന്തോഷമായിരുന്നു. കാരണം നമ്മൾ എന്താ പറയണെ, ഞാൻ ആ ഉമ്മ ചോദിക്കുമ്പോഴും ഇച്ചായൻ എനിക്ക് തരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ദൈവത്തിലുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാനത് ചോദിച്ചത്. ഇച്ചായൻ എനിക്ക് ആ ഉമ്മ അതുപോലെ തന്നെ തന്നു. പക്ഷെ ഉമ്മാന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ചുണ്ടുകൊണ്ട് ആ മെഷീൻ, ആ വെന്റിലേറ്ററിൻ്റെ മെഷീൻ്റെ ആ ട്യൂബ് വലിഞ്ഞ് എനിക്ക് ഉമ്മ ശരിക്കിനും തന്നിരുന്നു. അതുപോലെ തന്നെ അന്ന് തന്നെ എന്തോ 1ഓ 2ഓ പ്രാവശ്യം എനിക്കന്ന് തന്നു. അടുത്ത ദിവസം ചെന്നപ്പോൾ ഞാൻ ചോദിച്ച അത്രയും പ്രാവശ്യം തന്നു ഇരുന്ന്. അപ്പോൾ എന്താ പറയണത്, ഒരു പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ സംസാരിക്കൂല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, "ഈച്ചായ എനിക്ക് അതിന് മുന്നേ സംസാരിക്കുമെന്ന് ആ സംഭവത്തിന് മുന്നേ തന്നെ ഈ കൈ ഇങ്ങനെ അനക്കിയെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു നല്ല അനക്കമല്ല. നല്ല അനക്കമെന്ന് പറയണത് നമ്മൾ കൈ പൊക്കാൻ പറയുമ്പോൾ പൊക്കണം. നമ്മളല്ലേ കൈ അനക്കാൻ പറയുമ്പോൾ അനക്കണം. അല്ലെങ്കിൽ നമ്മളോട് കൈ പിടിക്കാൻ പറയുമ്പോൾ പിടിക്കണം. അതാണ് അനക്കം. ഇതൊരു നല്ല അനക്കമല്ലെന്ന്" പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ പറയണത്, അത് ഞാൻ അപ്പോഴും ആ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഡോക്ടർ നോക്കിക്കോ ഇവിടെ മാതാവുണ്ട്. ദൈവത്തിനോട് പറഞ്ഞ് എല്ലാം എനിക്ക് സഹായിച്ചു തരും എന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളൂ. അതുപോലെ തന്നെ അടുത്ത ദിവസം ചെന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചെന്നാൽ ഈ വിശുദ്ധ തൈലം ആ കയ്യിൽ പുരട്ടി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, "എൻ്റെ ഈശാൻ്റെ ഈ കൈ കൊണ്ട് എന്നെ പോണതിന് മുന്നേ തന്നെ എൻ്റെ കയ്യിൽ മുറുക്കി പിടിപ്പിക്കണേ" എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ തന്നെ പിടിക്കണം, അല്ല നമ്മൾ പറയുമ്പോൾ കൈ അനക്കണം, ആ രീതിക്ക് ആക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിശുദ്ധ തൈലം ഇത് ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാനും എൻ്റെ കൂട്ടത്തിൽ നിന്നും എൻ്റെ ഫ്രണ്ട് വരുമായിരുന്നു കേട്ടോ. ICUയിൽ എൻ്റെ കൂട്ടത്തിൽ കാണുവാനായിട്ട് കയറി വരുമായിരുന്നു. എനിക്ക് സപ്പോർട്ടായിട്ട്, എനിക്ക് കൂട്ടായിട്ട് അവൾ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നാണ് ഞങ്ങൾ ICUയിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ നേഴ്സുമാരൊക്കെ പറയും, "നീ വിശുദ്ധ തൈലമൊക്കെ പുരട്ടിക്കോ" എന്നും പറഞ്ഞ് അവരും ഒക്കെ സപ്പോർട്ട് ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ കയ്യിലും കാലിലും എല്ലാം അതെല്ലാം പുരട്ടി കൊടുത്ത്, അങ്ങനെ ആ പുരട്ടി കൊടുക്കുന്ന സമയത്ത് അത് തന്നെ ഈച്ചായൻ ആ കൈയെല്ലാം അനക്കി നമ്മൾ പറയുമ്പോൾ കയ്യെ പിടിക്കുന്ന രീതിയിലോട്ട് ഈച്ചായൻ വന്നു. അത് ഒരുപാട് സന്തോഷം, ഒരുപാട് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് മനസ്സിന് ബലം തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ അങ്ങനത്തെ ഒരു സംഭവം അടുത്ത ദിവസം നടന്നു. അപ്പോൾ എല്ലാവരും ഇന്നെന്താ പോസിറ്റീവായിട്ട് നടന്നത്, ഇന്നെന്താ പോസിറ്റീവായിട്ട് നടന്നതെന്നുള്ളത് അറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ICUയിൽ ചെന്ന സമയത്തുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞെന്നാൽ ഈ കൈ അനക്കിയ കൈ കൊണ്ട്, അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്നെ കയ്യിൽ പിടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, "ഈച്ചായ ഇന്ന് എനിക്ക് ഉമ്മ വരുമ്പോൾ എന്നെ ആ കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് തന്നോ" എന്ന് പറഞ്ഞ്. അപ്പോഴും ഈച്ചായ വെന്റിലേറ്ററിലാണ് കേട്ടോ. അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തന്നു. അതൊക്കെയെന്ന് വെച്ചെന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ അത് വീഡിയോയിൽ അവരുടെ ഫോണിൽ അതൊക്കെ പകർത്തി. കാരണം എന്താ പറയണത്, ഈച്ചായനത് അനക്കമില്ലാതെ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതെല്ലാം അവർക്കും സന്തോഷകരമായിരുന്നു. കാരണം അവരത്രയും ആത്മാർത്ഥമായിട്ടാണ് ഡോക്ടേഴ്സും നേഴ്സസും ഫിസിയോതെറാപ്പിസ്റ്റും എല്ലാവരും, സ്പീച്ച് തെറാപ്പിസ്റ്റും എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് അറ്റൻഡേഴ്സും എല്ലാവരും നോക്കിയത് കേട്ടോ. അപ്പോൾ അവർക്കും അതൊരു സന്തോഷമായിരുന്നു ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കുമ്പോഴും. അങ്ങനെ ഓരോ ദിവസവും ഓരോ പോസിറ്റീവായിട്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം നമ്മളവിടെ കയറുമ്പോൾ അതോടൊപ്പം തന്നെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും തലയ്ക്കുള്ളിലെ നീർക്കെട്ടും ബ്ലീഡിങ്ങും എല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരാൻ തുടങ്ങി. ആദ്യത്തേക്ക് 2 ദിവസം എന്ന് പറഞ്ഞാൽ കൂടിക്കൂടി പോയ സാധനം പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും കുറയാൻ തുടങ്ങി. അങ്ങനെയായി മാറ്റങ്ങൾ. അതുപോലെ തന്നെ ആ ഒരു കൈ അനക്കിയെങ്കിലും ബാക്കി വലത്തെ കൈയും 2 കാലും അനക്കുന്നുണ്ടായിരുന്നില്ല. ഒരു മൂവ്മെൻറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും അവിടെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ എന്നാണ് ഒരാഴ്ച കൊണ്ട് വെന്റിലേറ്റർ മാറ്റാൻ സാധിച്ചു കേട്ടോ. അതൊരു വലിയ കാര്യമായിരുന്നു. കാരണം മാസങ്ങളോളം വേണ്ടി വരുമെന്ന് പറഞ്ഞ വെന്റിലേറ്ററാണ് ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. അതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. അതെല്ലാം നമുക്കൊരു പോസിറ്റീവായിട്ട് കൂടുതൽ പ്രാർത്ഥനയിലോട്ട് നമുക്ക് ഉയരാനുള്ള ഒരു മനഃശക്തി ദൈവം തന്നുകൊണ്ടിരുന്നു. കാരണം ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കുമ്പോഴും നമുക്ക് പിന്നെയും പിന്നെയും കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതായിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ വെന്റിലേറ്റർ മാറ്റുന്നു.
അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ അടുത്ത MRI സ്കാനിങ്ങിന് കൊണ്ടുവരുന്ന സമയത്ത് ഇച്ചായനെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത് 3 മണിക്കാണ് കേട്ടോ വൈകുന്നേരം ഇറക്കുന്നത്, ഉച്ചകഴിഞ്ഞ് ഇറക്കുന്നത്. നമുക്കറിയില്ലായിരുന്നു ആ 3 മണിക്ക് ഇറക്കുന്നതെന്ന്. പക്ഷേ ഞങ്ങളുടെ ആ മാതാവിൻ്റെ ആ പള്ളിയിൽ 3 മണിക്ക് പ്രാർത്ഥന ഇടവക്കാരുടെ ഈച്ചായന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 3 മണിക്ക് പ്രാർത്ഥന അത്ര ശക്തിയുള്ളതാണെന്ന് എല്ലാവരും പറഞ്ഞ് നമ്മൾ ആ 3 മണിക്ക് തന്നെ പ്രാർത്ഥന വെച്ചു. ആ സമയം ഒരുപാട് ബന്ധുക്കൾ അവരവരുടെ വീടുകളിലിരുന്ന് പ്രാർത്ഥിച്ചു. തോട്ടകം പള്ളിയിൽ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ എറണാകുളത്ത് കല്ലൂർ പള്ളിയിൽ അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് ആളുകൾ പ്രാർത്ഥിച്ചു. നാഗമ്പടത്ത് അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് പള്ളികളിൽ ഒക്കെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമ്മളറിയുന്ന വൈദികരും സന്യസ്തരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇച്ചായൻ ചെമ്പിപ്പള്ളിയിലെ കപ്പ്യാരായത് കാരണം ഫൊറോന തലത്തിൽ എല്ലാ വൈദികരും അവരവരുടെ ഇടവകളിലും എല്ലാം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ മാറിപ്പോയ വൈദികർ അവരായിരിക്കുന്ന സ്ഥലങ്ങളിലും ഇടവകളിലും എല്ലാം പ്രാർത്ഥിച്ചു. നമ്മളറിയുന്ന വൈദികരും സിസ്റ്റേഴ്സും എല്ലാവരും അവരവരുടേതായ മേഖലകളിലെല്ലാം അവർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമുക്ക് ഒരുപാട് ഫലം ചെയ്തു കേട്ടോ. അങ്ങനെ ആ 3 മണിക്ക് അവിടെ പ്രാർത്ഥന നടക്കുന്ന സമയത്താണ് ഇവിടെ സ്കാനിങ്ങിന് ഇറക്കുന്നത്. ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഇടത്തെ കൈയായിരുന്നു കൂടി അനങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ കൈ മറ്റേ ട്യൂബൊന്നും വലിച്ച് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചേക്കുമായിരുന്നു. ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടത്തെ കൈ വലിച്ച് പിടിച്ചേക്കുന്നത് കാരണം ഇച്ചായൻ 2 കാലിനും ബലം കൊടുത്ത് കാലങ്ങ് ഉണ്ടായി. അപ്പോൾ 2 കാലും പൊക്കി. അപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് ഓർത്തു ഞാൻ അനങ്ങുന്നതാണോ എന്ന് വിചാരിച്ചു. പിന്നീട് കാല് 2 ശക്തമായിട്ട് ഇച്ചായൻ മേലോട്ട് പൊക്കി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സൗമ്യ അവിടെ നിന്ന് ഓടി വന്ന് ഇച്ചായൻ്റെ കാലിൽ പിടിച്ചു. അപ്പോൾ ഞാനും അവളും കൂടിയാണ് പിന്നെ MRIയുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്നത്. ബാക്കി ഫ്രണ്ട്സ് അവരവിടെ MRI ചെയ്തു. ആ സമയത്ത് തന്നെ അവൾ കാലിലും ഞാൻ കയ്യിലും പിടിച്ചേക്കുന്നത് കാരണം ഇച്ചായൻ്റെ അനക്കാത്ത വലത്തെ കൈയും കൂടി ഇച്ചായൻ അനക്കി. അതൊരു വലിയ അനുഗ്രഹം. അപ്പം 2 കാലും 2 കൈയും ഇപ്പോൾ അനങ്ങുന്ന അവസ്ഥയായി. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു സമയമായിരുന്നു അത്. ആ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് തന്നെ ഈ അനുഗ്രഹം എല്ലാം ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് തിരിച്ച് സ്കാനിങ് എല്ലാം MRIയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഐസിലോട്ട് ഇച്ചായനെ കൊണ്ടുപോയി. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. അത്രയും ഇമ്പ്രൂവ് ആയിരുന്നു ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെ വെന്റിലേറ്ററെല്ലാം മാറ്റി പിന്നീട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും എല്ലാം ICUയിൽ വെച്ച് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. അവരെല്ലാം ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ ഓരോ സ്റ്റാഫും വന്ന് അവരെല്ലാം ചെയ്തത്. ICUയിലെ അറ്റൻഡേഴ്സും അറ്റൻഡറായിട്ടുള്ള എല്ലാവരും റൂമിലോട്ട് വന്നപ്പോഴും ICUയിലെ സ്റ്റാഫും റൂമിലെ നേഴ്സുമാരും പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസും മറ്റ് സ്റ്റാഫുകളും എല്ലാവരും ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഇത് ചെയ്ത് നേഴ്സ് സൂപ്രണ്ടും എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും നമുക്ക് പരിചയമുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തും അല്ലാത്തവരുടെ അടുത്തും ഒക്കെ നമ്മൾ ചെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ഞങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെല്ലാം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതായിരുന്നു നമുക്ക് തന്നത്. ഇച്ചായനെ നോക്കിയ ഡോക്ടറുടെ പേര് ഡോക്ടർ അനു തോമസ് എന്നാണ് കേട്ടോ. ഡോക്ടറുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഇച്ചായനെ നോക്കിയത്. ഇച്ചായനെ കൈക്കുള്ളിൽ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടന്ന് അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഇച്ചായൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കിയത്. എല്ലാം അത്രയും ആത്മാർത്ഥമായിട്ട് ദൈവം അതിനുള്ള ഒരു മനസ്സും കഴിവും എല്ലാം ആ ഡോക്ടറിന് ആ സമയം കൊടുത്തു. അതുകൊണ്ട് എൻ്റെ ഇച്ചായൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ ദൈവം പെട്ടെന്ന് എല്ലാം റിക്കവറി ആയിട്ട് തന്നു. നേഴ്സസ് എല്ലാം ആത്മാർത്ഥമായിട്ടാണ് ഇച്ചായനെ നോക്കിയത്. അത്രയും കെയറായിരുന്നു കേട്ടോ. നമുക്കൊന്നും പറയാനില്ല. അങ്ങനെ ആ കൈയും കാലും ഒക്കെ അനക്കി തുടങ്ങി. അതോടൊപ്പം തന്നെ ഫിസിയോയൊക്കെ കൂടുതലായിട്ട് ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു എനിക്ക് തിരിച്ച് എൻട്രി കിട്ടിയേക്കുന്നത് 47 ദിവസത്തേക്കായിരുന്നു. എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഈ 47 ദിവസം ഞാൻ ജോലിയൊന്നും വേണ്ടെന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് ഇസ്രായേലിൽ നിന്ന് അങ്ങോട്ട് പോരാനായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ദൈവം ഞാൻ പോലും
പ്രതീക്ഷിക്കാതെ ദൈവം റീ എൻട്രിയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി തന്ന് എനിക്കെല്ലാം എന്താ പറയണെ തിരിച്ച് 47ാമത്തെ ദിവസം വന്ന രീതിക്കാണ് എനിക്കെല്ലാം ശരിയാക്കി തന്നത്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു ദൈവം ഇതിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ പോകുന്നതിന് മുന്നേ എൻ്റെ ഇച്ചായനെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ പറ്റും. അതിന് ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളൊക്കെ പറയും ആക്സിഡൻ്റൊക്കെ ഞങ്ങളുടെ നന്മയ്ക്കായിരുന്നു എന്ന് നിങ്ങൾ പറയും. അത്രയും എനിക്ക് ഉറപ്പാണ് ദൈവം ഞങ്ങളിലൂടെ ഒരത്ഭുതം ഈ ലോകത്തിന് കാട്ടിത്തരുമെന്ന് എനിക്ക് അത്രയും ഉറപ്പായിരുന്നു കേട്ടോ. അത്രയും ജനങ്ങൾ ഇച്ചായന് വേണ്ടി പ്രാർത്ഥിച്ചു. നാനാജാതി മതസ്ഥരാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ICUയിൽ കയറുമ്പോഴെല്ലാം ഈ വിശുദ്ധ തൈലവും കാശുരൂപവും എല്ലാം ഉടമ്പടി തൈലവും എല്ലാം ഇച്ചായനെ മുട്ടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഐസിൻ്റെ താഴെ കോറിഡോറിൽ ഇരിക്കുമ്പോഴും എല്ലാം ഞാൻ പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് അവിടെ ഇരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡോക്ടർ പറഞ്ഞത് സംസാരത്തിൻ്റെതായ ഒന്നും ഇച്ചായന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ചുണ്ടൊന്നും അനക്കുന്നു പോലുമില്ല. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സ്പീച്ച് തെറാപ്പിസ്റ്റൊക്കെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് പറഞ്ഞ് എല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അത്രയും ഇതായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചെന്നാൽ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതും ഇച്ചായൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് വെച്ചെന്നാൽ ആ ചുണ്ടിലും തൊണ്ടയിലൊക്കെ ഈ വിശുദ്ധ എണ്ണ ആ തൈലം ഞാൻ പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ചെന്നപ്പോൾ ഞാൻ ഇച്ചായനോട് പറഞ്ഞു, ഇച്ചായ എനിക്ക് ഉമ്മ തരുവാണ് ഇച്ചായൻ, ചുമ്മാ ചുണ്ട് കൊണ്ട് ഉമ്മ തന്നാൽ പോരാ, എനിക്ക് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തരണമെന്ന് പറഞ്ഞ് ഞാൻ ഈ സാധനം പുരട്ടി കൊടുത്ത് എന്നിട്ട് മാതാവിൻ്റെ രൂപവും മുട്ടിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കവിള് കൊണ്ട് ഞാൻ എൻ്റെ ചുണ്ട് കൊണ്ട് ഇച്ചായൻ്റെ കവിളത്ത് ഉമ്മ കൊടുത്തു. ഉമ്മ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഉമ്മ കൊടുത്തു. തിരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചായൻ തരുമ്പോൾ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തരണമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ എൻ്റെ ഇച്ചായൻ എനിക്ക് ഉമ്മ തന്നപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് വന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇച്ചായന് സൗണ്ട് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഡോക്ടർ ഉടനെ പറഞ്ഞ് നമുക്ക് നാളെ തന്നെ ട്രക്കിയോസ്റ്റമി ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാം ദൈവം ഓരോ ദിവസവും ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരുന്നു ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ ICUയിൽ കയറി ഇറങ്ങി തിരിച്ച് വരുമ്പോൾ എല്ലാവരും എൻ്റെ വായിൽ നിന്ന് ഇന്നെന്താണ് പോസിറ്റീവായിട്ട് നടന്നേക്കണതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും അവിടെ കാത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് ഞങ്ങളുടെ ബന്ധുക്കൾ മാത്രമല്ല, ആ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട മറ്റു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സും എല്ലാവരും വന്ന് ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത് പെരുമാറിയതും പ്രാർത്ഥിച്ചതും എല്ലാം. ആരെയും മറക്കാൻ പറ്റില്ല. അത്രയും നമുക്കൊരു ആത്മബന്ധം ഓരോരുത്തരുമായിട്ടുണ്ടായി ആ ഒരു സമയത്ത്. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ ദിവസവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്ന് അങ്ങനെ 3 ആഴ്ച ICUയിൽ കഴിഞ്ഞു. അവിടുന്ന് അന്നേരമൊന്നും നമുക്ക് നിൽക്കാറായിട്ടുള്ള ഒരവസ്ഥയൊന്നും അല്ല ഇച്ചായൻ. പക്ഷേ റൂമിലോട്ട് ICUൻ്റെ പ്രധാനപ്പെട്ട ഇതെല്ലാം കഴിഞ്ഞപ്പം റൂമിലോട്ട് മാറ്റിയപ്പോഴത്തേക്ക് റൂമിൽ വന്ന് ഫിസിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ഫിസിയോയുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് തന്നെ കൊണ്ടുപോകാം. കാരണം അവിടെ പോയാലേ ഉള്ളൂ കൂടുതലായിട്ട് മെഷീൻസൊക്കെ യൂസ് ചെയ്ത് കൂടുതൽ ടൈം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടുന്ന് വന്ന് അറ്റൻഡേഴ്സ് വന്ന് നമ്മളെ വന്ന് ഫിസിയോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റുകളെല്ലാവരും അവിടുത്തെ ഇൻചാർജ് മുതൽ അവിടുത്തെ ഓരോ സ്റ്റാഫുകളും നമ്മളെ പണ്ട് നമുക്ക് പരിചയമുള്ള സ്റ്റാഫുകളെല്ലാവരും ഉണ്ട്. അത് കൂടാതെ പുതിയതായിട്ട് വന്നവരും എല്ലാവരും അവിടെ ട്രെയിനിങ്ങിന് വരുന്നവരും പഠിക്കുന്ന പിള്ളേരും എല്ലാവരും ഫിസിയോതെറാപ്പി കോളേജുള്ള കാരണം അവിടെ നിന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് വരുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ ഫിസിയോയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. ഒരു മിനിറ്റ് പോലും വേസ്റ്റാക്കാതെ. അതും അവർ എല്ലാം ആത്മാർത്ഥമായിട്ടാണ് ഇച്ചായൻ്റെ കൈകാലുകൾ പിടിച്ച് നിവർത്തി വലിച്ച് ചവിട്ടി നിവർത്തി എല്ലാം റെഡിയാക്കി ഇങ്ങ് തന്ന് എൻ്റെ ഇച്ചായനെ. കാരണം അവർക്ക് ആ ഒരു മനസ്സ് കൊടുത്തത് ദൈവം തന്നെയാണ്. അത്രയും ആത്മാർത്ഥമായിട്ട് അവർക്കതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്കറിയാം എനിക്ക് ഇത്ര
സമയത്തിനുള്ളിൽ പോകേണ്ടതാണ്. അപ്പം ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു, എൻ്റെ ഇച്ഛാ ഇത് ശരിയാകാതെ ഞാൻ പോകത്തില്ല. എനിക്ക് പോകുന്ന ഇതിന് മുന്നേ എൻ്റെ ദൈവം എല്ലാം ശരിയാക്കി തരുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയും. അതെല്ലാം ഇവർ കേട്ടും കണ്ടും അല്ലേ കണ്ടുകൊണ്ടിരുന്നത്. അവരെല്ലാം ആത്മാർത്ഥമായിട്ട് അതിന് പരിശ്രമിച്ച് അവർ ഓരോ ദിവസവും ഫിസിയോയുടെ ഓരോ കാര്യങ്ങൾ ഇച്ചാനെ ഇമ്പ്രൂവ് ആക്കി അങ്ങനെ നടത്താൻ തുടങ്ങി. മെഷീൻസൊക്കെ യൂസ് ചെയ്ത് എല്ലാം എല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്ത് എല്ലാവരുടെയും കൂടി കൂട്ടായിട്ടുള്ള ഒരു ഒത്തുചേരലിൻ്റെ ഒരു എന്താ പറയണേ, എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവരവരുടെ റോള് എല്ലാവരും എന്തിന് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നവർ വരെ. കാരണം ഫുഡ് എൻ്റെ ഇച്ചാൻ്റെയും ഫുഡും എല്ലാം ക്യാൻറ്റീനിൽ നിന്നാക്കി. കാരണം പുറത്തു നിന്നുള്ള ഒരു ഫുഡ് പോലും കൊണ്ടുവന്ന് ഇൻഫെക്ഷൻ ആകണ്ടെന്ന് കരുതി. കാരണം നമ്മൾ റൂമിലോട്ട് മാറ്റിയിട്ട് പോലും നമ്മൾ ഒറ്റ വിസിറ്റേഴ്സിനെ അനുവദിച്ചിരുന്നില്ല. നമ്മൾ അത്ര സ്ട്രിക്റ്റായിട്ടാണ് നമ്മൾ നോക്കിയിരുന്നത്. കാരണം ഒരു ഇൻഫെക്ഷനോ ഒന്നും വരാത്ത രീതിയിൽ അത്രയും ആത്മാർത്ഥമായിട്ടാണ് എല്ലാവരും നിന്നത്. അപ്പോൾ അങ്ങനെ നിന്ന് നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റൊക്കെ അത്രയും നമുക്ക് സപ്പോർട്ടായിരുന്നു കേട്ടോ. നമ്മുടെ പേയ്മെൻറ്റിൻ്റെ കാര്യമോ ഒന്നും നമ്മളെ അവർ ഡിസ്റ്റർബ് ചെയ്തിരുന്നില്ല. അവർ പറഞ്ഞു ആദ്യം സെബാസ്റ്റ്യൻ റെഡി ആകട്ടെ, കാരണം അവർക്കെല്ലാവർക്കും ഇച്ചാനെ അറിയാവുന്നതാണ്. അതിനുള്ള മനസ്സും എല്ലാം അവർക്കെല്ലാം കൊടുത്തു. എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള ഇതിൻ്റെ ബലമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് 29ാമത്തെ ദിവസം ആക്സിഡൻറ്റ് നടന്ന് 29ാമത്തെ ദിവസം ഇച്ചായനെ നടത്തി ഡിസ്ചാർജ് ചെയ്ത്. എന്ന് വെച്ചെന്നാൽ ഇച്ചായൻ അന്നത്തെ ദിവസം സെൽഫായിട്ട് ടോയ്ലറ്റിൽ പോയി കാര്യങ്ങൾ ചെയ്യാനും നടക്കുവാനും തന്നെ എഴുന്നേൽക്കുവാനും ഇരിക്കുവാനും ഉള്ള ഒരു പ്രാപ്തിയാക്കിയിട്ടാണ് ഇൻഡോ അമേരിക്കൻ ബ്രെയിൻ ആൻഡ് സ്പൈൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആകുന്നത് കേട്ടോ. അങ്ങനെ അത്രയും ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ഉണ്ടായില്ല. അതും അന്നത്തെ ദിവസം ഡിസ്ചാർജ് ആകുമെന്നും നമുക്കറിയില്ല. ഡോക്ടർ വന്നപ്പോഴത്തേക്ക് ഇച്ചായൻ ചോദിച്ചു, ഇച്ചായന് പള്ളിയിൽ പോകണം, ദൈവത്തോട് നന്ദി പറയണം എന്നൊക്കെ പറഞ്ഞ് മാതാവിൻ്റെയും മുത്തപ്പൻ്റെയും അടുത്ത് തോമാസ് ലീഹയുടെ പള്ളിയിലാണ് കേട്ടോ, ചെമ്പ് സെൻറ്റ് തോമസ് പള്ളി കത്തോലിക്ക പള്ളിയിലാണ് ഇച്ചായൻ കപ്പിയാരായിട്ട് ജോലി ചെയ്യുന്നത്. അത് കാരണം മുത്തപ്പൻ്റെയും മാതാവിൻ്റെയൊക്കെ അടുത്ത് ചെന്ന് നന്ദി പറയണമെന്നും പറഞ്ഞ് ഇച്ചായൻ ധൃതിയായിരുന്നു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് നമുക്ക് കുഴപ്പമില്ല, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഇച്ചായൻ അഡ്മിറ്റായ സമയത്ത് നമ്മൾ ഡോക്ടർ പരമേശ്വരൻ്റെ അടുത്ത്, ഡോക്ടർ സജീവിൻ്റെ അടുത്ത്, ഡോക്ടർ വാസുദേവിൻ്റെ അടുത്ത്, അനസ്തേഷ്യ ഡോക്ടർ വിൻസെൻ്റ് ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും നമ്മൾ ഇച്ചായനെ ശ്രദ്ധിക്കണേ നോക്കണേ എന്ന് പറയുമ്പോൾ പറയും, നേനെ ഞങ്ങൾക്കറിയാം നിൻ്റെ ഹസ്ബൻഡാണെന്നറിയാം, ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ ഓരോ പോസിറ്റീവായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമ്പോഴും ഡോക്ടേഴ്സിനും എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. ഡോക്ടർ ഹേമയുടെ അടുത്ത് നിന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഡോക്ടർ ഹേമ പറയും, ഡേനെ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ആ കോറിഡോറിൽ ഇരിക്കുമ്പോൾ പോലും ഡോക്ടർ ഹേമ അതിന് വഴി പോകുമ്പോൾ ഒക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്, എല്ലാം ശരിയാകും, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ട എന്താ പറയണത്, നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായെങ്കിലും നമ്മളിപ്പോഴും അവിടെ വർക്ക് ചെയ്താൽ പോലും നമുക്ക് ഇത്രയും സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ, അത്രയും അവർ ദൈവത്തിൻ്റെ ഒരു കരുതലെന്ന് വേണം പറയാൻ. കാരണം എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമുക്കൊരു പരിചയം, ഇപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലും പുതിയ സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹോസ്പിറ്റലിലുള്ള ഓരോരുത്തർക്കും എന്നെ എന്തോ വർഷങ്ങളായിട്ടുള്ള പരിചയം പോലെയാണ് എന്നെയും ഇച്ചായനെയും അവർ ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു തന്നത്. നമ്മളെന്തെങ്കിലും ചെന്ന് പറയുമ്പോൾ തന്നെ അവരെല്ലാം വേണ്ടതുപോലെ നോക്കിയും കണ്ടും എല്ലാം ചെയ്തു തന്ന്. അത് നമ്മുടെ ICUയിലെ ഇൻചാർജാണേലും നമ്മൾ കിടന്ന 2Bയുടെ അവിടുത്തെ ഇൻചാർജാണേലും എല്ലാവരും അത്രയും പിന്നെ ഓരോ നേഴ്സസും നമുക്കറിയാലോ ആ ഒരു അവസ്ഥയൊക്കെ ഇച്ചായൻ്റെ ആ ഒരു അവസ്ഥയിലെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ക്ഷമയോടുകൂടി, കാരണം ഞാൻ റൂമിലായിരുന്ന സമയത്ത് വേറെ ആരെയും നിർത്തിയിരുന്നില്ല, ഞാൻ മാത്രമാണ് ഇച്ചായൻ്റെ കൂടെ നിന്നത്. അപ്പോൾ നമുക്ക് ആ ഒരവസ്ഥയിൽ എന്നെക്കൊണ്ട് മാത്രം മാനേജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കവിടെ ഒരുപാട് സങ്കടവും വിഷമവും എല്ലാം വരുന്ന സമയത്തും എല്ലാം നമുക്ക് താങ്ങും തണലുമായിട്ട് നിന്ന് വെച്ചാൽ നേഴ്സുമാരുണ്ട്, അറ്റൻഡേഴ്സുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ.
അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛൻ എല്ലാം പള്ളിയിലെല്ലാം ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥനയും കാര്യങ്ങൾക്കും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്നത്. നമ്മുടെ ഓരോ കുടുംബത്തിലെയും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ദിവസങ്ങളിലൊന്നും നമ്മുടെ വീട്ടിൽ ഫുഡ് വാങ്ങിക്കാനോ ഉണ്ടാക്കുവാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു ആദ്യത്തെ കുറച്ചാഴ്ചകൾ. ആ സമയത്തെല്ലാം നമ്മുടെ വീട്ടിലോട്ട് വേണ്ട ഫുഡ് സാധനങ്ങളെല്ലാം ഉണ്ടാക്കി പെറുക്കിയൊക്കെ കൊണ്ട് തന്നുകൊണ്ടിരുന്നു ഓരോരുത്തരായിട്ട്. എല്ലാവരും വന്ന് ഐസിയിൽ കാണിക്കുന്നില്ലെങ്കിലും ഒരുപാട് ആളുകൾ ഐസിയിലും വീട്ടിലും ഒക്കെ ആയിട്ട് വന്ന് നേരിൽ കണ്ട് വന്ന് നമുക്ക് വേണ്ട പ്രാർത്ഥന സഹായങ്ങളും സപ്പോർട്ടും എല്ലാം നൽകി എന്തിനും ഏതിനും നമുക്ക് തയ്യാറായി. സാമ്പത്തികമാണേലും ആൾ സഹായമായിട്ടാണേലും മറ്റ് കാര്യങ്ങൾക്കാണേലും അതുപോലെ തന്നെ മറ്റേ എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും പിന്നെ ഇതിപ്പം കേസാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കും എല്ലാം ഓരോന്നിനും നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് ഓടി നടന്നത്. എല്ലാവരും ഓരോരുത്തരെയും പേരെടുത്ത് പറയാനായിട്ട് കാരണം ഒരുപാട് പേരുണ്ട്. അത് കാരണം നമ്മൾ ഒരാളുടെ പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വിഷമാകില്ല. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും പേരായിട്ട് എടുത്ത് പറയാത്തത്. അത്രയും ആത്മാർത്ഥമായിട്ടാണ് എല്ലാവരും നിന്നത്. എല്ലാവരോടും നമുക്ക് അത്രയും നന്ദിയാണ് പറയാനുള്ളത്. എല്ലാവരും വന്ന് അത്രയും ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത്. ദൈവം തന്ന ഈ ഒരു അത്ഭുതം കാരണം അത്രയും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ദൈവത്തിൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് അത് നമുക്ക് ആ ഒരു 29 ദിവസത്തിനുള്ളിൽ ദൈവം നമുക്ക് സാധ്യമാക്കി തന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം തന്നെയാണ്. ആ മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഒരു ഒരു തെളിവാണ് നമുക്ക് ഈ കിട്ടിയ ഈ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. കാരണം ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിലാണ് ഞങ്ങൾ ആ വിശുദ്ധ തൈലം ഇതെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോസിറ്റീവായി ഓരോ ദിവസവും കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അത് കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായി കേട്ടോ. കൃപാസന മാതാവിൻ്റെ അവിടുത്തെ പോയി പ്രാർത്ഥനയ്ക്കും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ഇതായി. പിന്നെ അവിടുന്ന് കിട്ടിയ പത്രം ഞാൻ അവിടെ എൻ്റെ കൂടെ ഐസിൻ്റെ ബാധിക്കുന്ന വെച്ചാൽ വേറെ പേഷ്യൻറ്റിൻ്റെ ആൾക്കാർക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്കും അതിലൂടെ എന്താ പറയണ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. പിന്നെ ഞാൻ പോണതിന് മുന്നേ തന്നെ ഇച്ചാനെയും കൊണ്ട് കൃപാസനത്തിൽ എനിക്ക് ആ കൂടി 47 ദിവസത്തെ ലീവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ പോയി ഇച്ചാനെയും കൊണ്ട് പോയി കൃപാസനത്തിൽ പോയി ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടുത്തെ കൃപാസനത്തിലത്തെ ഇതിൻ്റെ അകത്ത് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തരും ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചെമ്പിപ്പള്ളിയിലെ കൈക്കാരന്മാർ 2 പേരും ആത്മാർത്ഥമായിട്ട് അന്ന് മുതൽ ഈ നിമിഷം വരെ ഇച്ചായന് വേണ്ട സപ്പോർട്ടെല്ലാം കൊടുത്ത്. കാരണം ഇച്ചായൻ അവിടെ ജോലിക്കായിട്ട് ചെല്ലാൻ തുടങ്ങിയില്ലെങ്കിലും അവിടെ ആ സമയത്തെല്ലാം വേണ്ടതുപോലെ രാത്രിയും പകലും കുർബാന സമയത്തും പകലും എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ എല്ലാം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് അച്ഛന് താങ്ങും തണലുമായിട്ട് സപ്പോർട്ടായിട്ട് 2 കൈക്കാരന്മാരവിടെ ഉണ്ടായിരുന്നു. ഇടവക ജനങ്ങളുണ്ടായിരുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിന്നു. ഇപ്പോഴും ഇച്ചായൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ തുടങ്ങിയെങ്കിലും അവിടെ ഇച്ചായന് സപ്പോർട്ടായിട്ട് ഇച്ചായന് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതെ ഇച്ചായനെ കൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങൾക്കും പള്ളിയിലെ സഹായങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം ഓരോരുത്തരും അവർ എന്താ പറയണ കൈക്കാരന്മാരാണ് ഇച്ചായൻ്റെ പുറകെ എന്നല്ല ഇച്ചായൻ്റെ മുൻപേ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. അച്ഛനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു. ചെമ്മനാരിയിലെ ഓരോ ഭാരവാഹികളും എല്ലാവരും വേണ്ട കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു ഓരോ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചായന് ഒരു ലേപനം കൊടുത്തായിരുന്നു. ഒരുപാട് ഇച്ചായന് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഓരോ ദിവസവും നമുക്ക് ദൈവം തന്നുകൊണ്ടിരുന്നു. ഓരോ സമയത്തും ഓരോ ഇമ്പ്രൂവ്മെൻറ്റും ഓരോ പ്രാർത്ഥനയുടെ സമയങ്ങളിലായിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതൊന്നും നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല.
അങ്ങനെയായിരുന്നു. പിന്നെ ഓരോ സിസ്റ്റേഴ്സ് നമ്മുടെ ചെമ്പില് മഠത്തിലുള്ളവരൊക്കെ അവരുടേതായ ഓരോ മഠങ്ങളിലും സിസ്റ്റേഴ്സിനോടൊക്കെ വിളിച്ച് പറഞ്ഞു. ഞങ്ങളുടെ സിസ്റ്റർ ചേച്ചി എല്ലാം ആത്മാർത്ഥമായിട്ട് അവരുടേതായ മഠങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മളറിയുന്ന അച്ഛന്മാർ എല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും വന്ന് നമ്മ കാണാൻ വരികയും സ്നേഹത്തോടെ അവരുടെ ആ ഒരു സന്തോഷം ഇച്ചായൻ രക്ഷപ്പെട്ടതിലുള്ള ഒരു സന്തോഷവും എല്ലാം വന്ന് അറിയിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും എല്ലാം ചെയ്തു. ഒരുപാട് ആളുകൾ ഫോൺ ചെയ്തു. ബന്ധുക്കളും നാട്ടുകാരും ഒരുപാട് നാട്ടുകാരൊക്കെ വന്നു കേട്ടോ ഇച്ചായനെ കാണാൻ വേണ്ടിയിട്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ, അതും എല്ലാവരും വരുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. കാരണം നമ്മൾ അതൊക്കെ പറയണമല്ലോ. നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയണത്, നമുക്ക് വേണ്ട വീട്ടിലോട്ട് വേണ്ട കാര്യങ്ങളെല്ലാം എന്തിന് പറയണേ ഇച്ചായന് വേണ്ട ഫ്രൂട്ട്സ് ഉൾപ്പെടെ ഓരോരുത്തരും വരുന്നവർ മേടിച്ച് കൊണ്ട് തന്ന് നമ്മളോട് സ്നേഹം പങ്കുവെച്ചാണ് എല്ലാവരും നിന്നത്. അത്രയും ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഓരോരുത്തരും അവരവരുടെ വീട്ടിലെ ഒരംഗമാണെന്ന് കരുതി തന്നെയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചത്. ഒരുപാട് ആളുകൾ പറഞ്ഞ്, നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ്. കുറേ ആളുകളൊക്കെ വന്ന് ഇച്ചായനെ കണ്ടിട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങ് സങ്കടമാണ്. അവരുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾക്കാണല്ലോ ഈ അവസ്ഥ വന്നതെന്നുള്ള ഒരു രീതിയിൽ അങ്ങ് സങ്കടപ്പെട്ടിട്ട്, എന്താ പറയണത്, സങ്കടപ്പെട്ടിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് സങ്കടപ്പെടണമെന്നല്ലേ. ആ ഒരു രക്ഷപ്പെട്ടതിൽ ആ ദൈവം നൽകിയ ഒരു അത്ഭുതമാണ് അവർക്ക് ആ ഒരു സങ്കടത്തിലൂടെ അവർക്കൊരു ദൈവത്തിന് നന്ദി പറയുന്ന രീതിയിലോട്ട് അവരാക്കുന്നത്. അത്രയും ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അന്ന് മുതൽ ഈ നിമിഷം വരെ എല്ലാവരും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് ചുറ്റിലും നിന്ന് ഞങ്ങൾക്ക് കാവലായി നിന്ന് ദൈവം അവരിലൂടെ ഓരോ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും ഓരോരുത്തരിലൂടെയും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. കാരണം വെച്ചെന്നാൽ ഇത്രയും ഓക്കെയായി. ഇപ്പം ഇനി ചെറിയൊരു മരുന്ന് മാത്രമേ ഇച്ചായൻ കഴിക്കുന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഫിസിയോയൊന്നും ചെയ്യേണ്ട, വീട്ടിൽ വന്നിട്ടൊന്നും ഇനി ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഇച്ചായൻ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. എന്നാലും അത്രയും കാര്യങ്ങളൊക്കെ ദൈവം സാധ്യമാക്കി തന്ന്. ഇനിയും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. എല്ലാവരും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതാണ് കേട്ടോ. എന്നെ അതുപോലെ തന്നെ ഞാൻ തിരിച്ച് ഇസ്രായേലിന് പോന്നപ്പോൾ എന്നെ എയർപോർട്ടിലാക്കാൻ വേണ്ടി ഇച്ചായൻ വന്നു കേട്ടോ. എല്ലാം ഒരുപാട് ഞാൻ ഇച്ചായനോട് പറഞ്ഞു, ഇച്ചായ ഞാൻ പോണോ വേണ്ടേന്ന് ഇച്ചായനാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചായൻ പറഞ്ഞ് ഞാനല്ല തീരുമാനിക്കേണ്ടത്, മാതാവ് ഈശോയോട് പറഞ്ഞ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തന്നോളൂ എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി. എല്ലാം എന്താ പറയണത്, എല്ലാം ഒരു മിറാക്കിൾ, അത്രേ പറയാനുള്ളൂ. അത്രയും ദൈവത്തിൻ്റെ ഒരു അത്ഭുത ശക്തിയാണ് ഞങ്ങളുടെ കുടുംബത്തെ തന്ന ഒരു രക്ഷ. അത്രയും നമുക്ക് എല്ലാവരുടെയും മുൻപിൽ ദൈവത്തെ ഒന്നും കൂടി നമുക്ക് വിശ്വാസം ഏറ്റു പറയാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത്. അത്രയും ദൈവം തന്ന അനുഗ്രഹം നിങ്ങളിലൂടെ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയെന്ന് വിശദമായിട്ട് തന്നെ. അതുപോലെ ഇസ്രായേലിൽ നിന്ന് ഞാൻ നാട്ടിലോട്ട് പോന്നപ്പോഴാണേലും തിരിച്ചു പോന്നപ്പോഴാണേലും ഉള്ള ഓരോ കാര്യങ്ങൾ എല്ലാം, എന്താ പറയുക, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ആണേലും ഇവിടുന്ന് പേപ്പർ വർക്കാണേലും ഒന്നും ഞാൻ അറിയേണ്ടി വന്നില്ല. എല്ലാം എൻ്റെ കൂട്ടുകാരും ഓരോരുത്തരും നമ്മുടെ റൂമിലുള്ള ജോസിയേട്ടനും ജോർജ് ചേട്ടനും എല്ലാവരും ഇടപെട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു തന്നു. ഇവിടുന്ന് സൗമ്യയും അന്ന ചേച്ചിയും എല്ലാം, അതുപോലെ തന്നെ സ്മിതയാണ് കേട്ടോ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത്, പൈസ എല്ലാം പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തത്. മറ്റേ റീ എൻട്രിയുടെ കാര്യങ്ങളെല്ലാം അന്ന ചേച്ചിയുടെ കൂട്ടുകാരോട് പറഞ്ഞ് ചെയ്തു. ഹോസ്പിറ്റലിലാണെങ്കിലും നമുക്ക് എന്താ പറയണത്, സ്കാനിങ്ങിലെ സൗമ്യയോടൊപ്പം അവിടുത്തെ ഓരോ റേഡിയോഗ്രാഫേഴ്സും നമ്മുടെ രഞ്ജിത ചേച്ചിയും എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിന്നു. നമ്മുടെ ഫിസിയോതെറാപ്പിയിലെ അർജുനും സൗമ്യയും മറ്റ് സ്റ്റാഫുകളും എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ ഫിസിയോയുടെ കാര്യങ്ങളെല്ലാം ചെയ്തത്. ICL ഇൻചാർജായ അമ്പിളി ചേച്ചി, ജിനി ചേച്ചി, ഓരോരുത്തരും പേരെടുത്ത് പറയാൻ അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരും നിന്ന്. സെബി എന്ന് പറഞ്ഞു തന്നാൽ അവിടുത്തെ അറ്റൻഡറായിട്ടുള്ള ICL അറ്റൻഡറാണ്. അതുപോലെ തന്നെ
മറ്റ് ഓരോ അറ്റൻഡേഴ്സും അവിടുത്തെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈച്ചാൻ്റെ കാര്യങ്ങൾക്ക് എല്ലാം ചെയ്തു തന്ന് റൂമിലോട്ട് വന്നപ്പോഴാണെങ്കിൽ പ്രീതി ചേച്ചിയും അവിടുത്തെ അതുപോലെ തന്നെ ഡോക്ടർ അനി തോമസിനോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ ഓരോ ഡോക്ടർ പരമേശ്വരൻ, ഡോക്ടർ വാസുദേവ്, ഡോക്ടർ സജീവ്, നമ്മുടെ അനസ്തേഷ്യ ഡോക്ടർ, ഒ ടിയിലെ സ്റ്റാഫുകൾ, ഐസിയിലെ സ്റ്റാഫുകൾ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ നേഴ്സിംഗ് സ്റ്റാഫ്, സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള DMB ഡോക്ടേഴ്സ്, മറ്റ് ഡോക്ടേഴ്സ് എല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ കാഷ്വാലിറ്റി ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നത് നമുക്കറിയാവുന്ന സുബിനും മറ്റ് നേഴ്സുമാരും എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ ഓരോരുത്തരും എൻ്റെ ചേട്ടൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം ചെയ്തു തന്ന ഓരോ കാര്യങ്ങളും എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിന്നു. നമ്മുടെ നേഴ്സ് സൂപ്രണ്ടൊക്കെ പ്രാർത്ഥനയിലും അതോടൊപ്പം തന്നെ നേഴ്സുമാരോടും എല്ലാം പ്രത്യേകം കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ നമ്മുടെ നേഴ്സ് സൂപ്രണ്ടും നേഴ്സസും ഇൻചാർജും എല്ലാവരും ഓരോരുത്തരും നമുക്ക് ഓരോരുത്തരെയും ആ ഒരു സ്ഥാനങ്ങളും പേരുകളും ഒന്നും നമുക്ക് കറക്റ്റായിട്ടൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എല്ലാവരും ഓരോരുത്തരും എല്ലാവരും അത്രയും ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത്. നമ്മുടെ ഫാർമസിയിലുള്ളവരാണേലും ഫിസിയോയിലുള്ളവരാണേലും അറ്റൻഡേഴ്സ് റൂമിലോട്ട് വന്നപ്പം ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അറ്റൻഡേഴ്സ് ആണേലും എല്ലാവരും നമ്മുടെ ക്യാൻറ്റീൻ സ്റ്റാഫാണേലും റിസപ്ഷനിലുള്ളവരാണേലും ജെസ്സി ചേച്ചിയാണേലും ലാബിലെ സ്റ്റാഫുകളാണേലും എല്ലാവരും എല്ലാം ഇത് ചെയ്ത് തന്നുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് എല്ലാവരും മറ്റേ ജെസ്സി ചേച്ചിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം നന്നായിട്ട് ചെയ്യണം, നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. നമ്മുടെ അക്കൗണ്ട്സിലെ നമ്മുടെ ഹരി സാറ്, ഓഫീസിലെ സ്റ്റാഫുകൾ, നമ്മുടെ എന്താ പറയണത് ഡയറ്റീഷ്യൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ചേട്ടൻ്റെ നമുക്ക് പരിചയമുണ്ട് ഡയറ്റീഷ്യനെ. അപ്പോൾ ഡയറ്റീഷ്യൻ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്നു. വേണ്ട എല്ലാം നോക്കിയും കണ്ടും ഏതാ വേണ്ട ഏതാന്നൊക്കെ നോക്കി അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നു. ജിൽസി ചേച്ചി അങ്ങനെ ആത്മാർത്ഥമായിട്ട് എല്ലാത്തിനും കൂടെ നിന്നു. എല്ലാവരെയും ഒരാളെ നമുക്ക് മാറ്റി നിർത്താനില്ല. എല്ലാവരും അത്രയും ഇതാണ് ഇരുന്നിട്ട് നമ്മുടെ സബ് സ്റ്റേഷനിലുള്ളവരും എല്ലാവരും നമ്മുടെ അടുത്ത് മെഡിക്കൽ റെക്കോർഡ്സിലുള്ളവരും നമ്മുടെ ഉഷ ചേച്ചി എന്ന് വെച്ചാൽ നമുക്ക് ക്ലെയിം സെഷനിൽ ഞാൻ ഉഷ ചേച്ചിയൊക്കെ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. അപ്പോൾ അതാണ് ഉഷ ചേച്ചിയൊക്കെ നമ്മുടെ ക്ലെയിമിലെ പുതിയ സ്റ്റാഫുകളായിട്ടുള്ള അഞ്ചു എല്ലാവരോടും ആത്മാർത്ഥമായിട്ടാണ് എല്ലാവരും കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവരെല്ലാം വേണ്ട പോലെ നോക്കിയും കണ്ടും എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്കെല്ലാം അവർ ചെയ്തു തന്നുകൊണ്ടിരുന്നു. നമുക്കൊന്നും നമ്മളായിട്ട് ഇറങ്ങിത്തിരിഞ്ഞ് ചെയ്യേണ്ടി വന്നില്ല. എല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ജയൻ ചേട്ടൻ, ജോയി ചേട്ടൻ, റോബിൻ ചേട്ടൻ, സജി ചേട്ടൻ, ഓരോരുത്തരും എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ടാണ് വികാരിയച്ഛൻ ഫാദർ ഹോർമീസ് തോട്ടക്കരയോടൊപ്പം എല്ലാവരും നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഫിൽജോ എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ എന്താ പറയണത് എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവനാണ് എയർപോർട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരൊക്കെ എല്ലാവരും ആ ഒരു മാനസികാവസ്ഥയിൽ എല്ലാവരും ജോലിക്കൊന്നും പോകാതെ അവൻ ആഴ്ചയോളം അവിടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ജിപ്സ, അനിത ചേച്ചി ഇവരെല്ലാവരും വന്ന് എനിക്കവിടെ ഹോസ്പിറ്റലിൽ വന്ന് കൂട്ടിയിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ജിൻസി ചേച്ചി എല്ലാവരും വന്ന് നമുക്ക് സപ്പോർട്ടായിട്ട് വന്ന് എല്ലാവരും ഇന്ന് പിന്നെ സെബാസ്റ്റിൻ്റെ ചാച്ചനും അമ്മയും പെങ്ങന്മാരും ഒക്കെ വന്നു. എല്ലാവരും വന്ന് ആത്മാർത്ഥമായിട്ട് വന്ന് എല്ലാ കാര്യങ്ങളും താഴെ വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പെറുക്കി എല്ലാവരും നമ്മൾക്ക് സപ്പോർട്ട് തന്ന ഓരോരുത്തരെയും നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുന്നു കേട്ടോ. ഒരാളെയും നമുക്ക് മാറ്റി നിർത്താനില്ല. അത്രയും ഇതാണ് കേട്ടോ. എല്ലാവരും നമുക്ക് എന്താ പറയണത് എല്ലാവരും ഒരുപാട് അച്ഛന്മാർ നമുക്ക് വേണ്ട സഹായങ്ങൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് പുറകെ നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ച് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് നമുക്ക് എന്തിനും ഏതിനും റെഡിയായിട്ട് എല്ലാവരും നമുക്ക് ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് സപ്പോർട്ടും താങ്ങും തണലുമായിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഇത് ചെയ്തു. പിന്നെ എന്താ പറയണത്, ഫിൽജോൻ്റെ വൈഫിലിട്ടു. അവൾ ഇവിടെ ഇസ്രായേലിൽ തന്നെ ജെറുസലേമിലാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. കാരണം അവൾക്കൊക്കെ ഈ ആക്സിഡൻറ്റിൻ്റെ ആ ഒരു ഹെവി സിറ്റുവേഷൻ അറിയായിരുന്നു. പക്ഷേ എനിക്കത് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോകാനുള്ള ഒരിതിലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ എൻ്റെ കൂട്ടുകാരുകളെല്ലാം ഗ്രൂപ്പുകളിൽ പ്രാർത്ഥനാ സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ആ ഗ്രൂപ്പിലുള്ള കൂട്ടുകാരെല്ലാവരും പ്രാർത്ഥിക്കുകയും വിശേഷങ്ങൾ എന്നെ കാണുവാനായിട്ട് ഇവിടെ എൻ്റെ കൂട്ടുകാർ വന്നു. എല്ലാവർക്കും ഞാൻ പോണതിന് മുന്നേ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ വന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എന്നെ സപ്പോർട്ടിന് വന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്താ പറയണേ, നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാൽവരി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് അതിനുള്ള ടൈമില്ല. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ലിട്ടു പറയുന്നത്, ലിട്ടു എന്ന് വെച്ചാൽ മരിയ കേട്ടോ, അവിടെ പേര് മരിയ എന്നാണ്. ആൾ പറയുന്നത്, ഞാൻ കാൽവരി പള്ളിയിൽ പോവാം ചേച്ചി, ഞാൻ പോവാണ്, അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാൽവരി പള്ളിയിൽ പോകുമ്പോൾ നീ കല്ലറയ്ക്കുള്ളിലും കയറണം. കാരണം എൻ്റെ ഇച്ചായൻ മരിച്ചു പോയാൽ പോലും ഉയർത്തെഴുന്നേൽക്കണം. അത്രയും ദൈവത്തിന് ശക്തിയുണ്ട്. അത് കാരണം നീ അവിടെ കയറി പ്രാർത്ഥിക്കണം. കാരണം യേശു ഉയർത്തെഴുന്നേറ്റ സ്ഥലമല്ലേ. അത് കാരണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞു. അവളൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അവൾക്കൊക്കെ അല്ലേ ആ ഒരു സിറ്റുവേഷൻ അറിയാവുള്ളൂ. എനിക്ക് ആ സമയത്ത് അറിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഏതവസ്ഥയിലും ദൈവം എനിക്ക് ഉയർപ്പിച്ച് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ കാൽവരി പള്ളിയിൽ പോയി. അവിടെ ചെന്നപ്പം അവിടെ 2-3 വൈദികർ ഇരിപ്പുണ്ടായിരുന്നു. ആ വൈദികരോട് അവൾ ഇച്ചായൻ്റെ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു. അവർ പറഞ്ഞ് കാൽവരി പള്ളിയിൽ അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവൾക്ക് ഈശോയുടെ കല്ലറയ്ക്കുള്ളിൽ കയറാൻ പറ്റി. അവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അതെല്ലാം അവളെന്നെ വിളിച്ച് പറഞ്ഞു. അതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരിതായി. പിന്നെ ജെറുസലേമിലും ഇസ്രായേലിൻ്റെ പല ഭാഗത്തുമുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലെല്ലാവരും എൻ്റെ കൂട്ടുകാരൊക്കെ ഓരോരുത്തരും, ഞാൻ പോലും അറിഞ്ഞില്ല, ഓരോരുത്തരും ഈ പ്രാർത്ഥനാ സഹായം എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. ഒരുപാട് ആളുകൾ ഇസ്രായേലിൽ ഞാൻ കണ്ടിട്ടില്ലാത്തവർ പോലും ഇച്ചായന് വേണ്ടി ഉപവാസവും ഒക്കെ എടുത്ത് പ്രാർത്ഥനകൾ നടത്തി. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. കൂട്ടുകാർ മാത്രമല്ല, അല്ലെ നാട്ടുകാർ മാത്രമല്ല, അവരുടെ ബന്ധുക്കളും എല്ലാവരും, ഞങ്ങളൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ വരെ പ്രാർത്ഥിച്ചു. ഒരുപാട് സ്ഥലങ്ങളിലുള്ളവർ എല്ലാം പ്രാർത്ഥിച്ചു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ മുൻ വികാരിയായിരുന്ന അച്ഛനും കുറേ ഇടവക ജനങ്ങളും നമ്മുടെ ഇടവകയിൽപ്പെട്ടവരും ഒക്കെ ഇവിടെ ഹോളി ലാൻഡ് സന്ദർശനത്തിനൊക്കെ വന്നായിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന് ഇവിടെ വന്ന് ഓരോ എന്താ പറയണേ, വിശുദ്ധമായിട്ടുള്ള പള്ളികളിലെല്ലാം അച്ഛന് കുർബാനയെല്ലാം പറ്റിയെന്ന് പറഞ്ഞാൽ ആ സമയത്തെല്ലാം ഇച്ചായന് വേണ്ടിയിട്ട് ആ ഒരു സമൂഹം മുഴുവനും പ്രാർത്ഥിച്ചു. അതെല്ലാം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നമുക്ക് എൻ്റെ ഇച്ചായന് കിട്ടിയത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ വിദേശ നാടുകളിലുമുള്ള നമ്മളറിയുന്ന ഓരോ അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും അവരവരായിരിക്കുന്ന പള്ളികളിലും സമൂഹങ്ങളിലും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇച്ചായൻ്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഇടവക പള്ളിയിലെ അച്ഛൻ ജോഷിയച്ഛനും എല്ലാവരും വന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇച്ചായനെ ഇതിനു മുന്നേ ഞങ്ങളുടെ വികാരിയായിരുന്ന നമ്മുടെ മാമ്പിളി അച്ഛനും എല്ലാം നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പരവരാച്ചൻ ഒക്കെ ഇച്ചായനെ വന്ന് കാണുകയും എല്ലാം വേണ്ട സഹായങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണ്ടി കൂടെ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് നമ്മളോട് ചേർന്ന് നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും ഇത് ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ ടോണി അച്ഛനും എല്ലാം നമുക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ഇത് ചെയ്തു. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വിവാഹം നടത്തിയപ്പോൾ ഉള്ള ഇച്ചായൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പ്രശാന്ത് അച്ഛൻ എന്താ പറയണേ, ഇച്ചായൻ ആ ഒരു കറക്റ്റ് സമയത്ത് അച്ഛൻ ലീവിന് നാട്ടിൽ വരുവാനും ഇച്ചായനെ അച്ഛനും അച്ഛൻ്റെ സഹോദരൻ ബോബിയും കൂടി വന്ന് ഇച്ചായനെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് ഭാഗ്യമുണ്ടായി. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, അത് നമുക്ക്
ഇത്രയും ആളുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടിയത് അതെല്ലാം വളരെയേറെ ഞങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെട്ടു കേട്ടോ. അത്രയും നമ്മുടെ പപ്പ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ സിസ്റ്റേഴ്സ്, മറ്റ് പള്ളികളിലെ സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ചേച്ചി സിസ്റ്റർ മേറി, എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്, ഞങ്ങൾക്ക് ഒരാളെയും മാറ്റി നിർത്താനില്ല. എല്ലാവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും സഹകരണവും കൊണ്ട് എനിക്ക് എൻ്റെ ഈശാനെ തിരിച്ച് കിട്ടി കേട്ടോ. അത്രയേ ഉള്ളൂ നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട്. എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് തിരിച്ച് നേടിത്തന്നു. ഞങ്ങളുടെ ചെമ്മനാരിപ്പള്ളിയിലെ ഷൈജു അച്ഛനും ഞങ്ങളുടെ വികാരി അച്ഛനായ ഹോർമീസ് അച്ഛനും ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയായിട്ടും സഹായങ്ങളായിട്ടും ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നു. മക്കൾ പഠിക്കുന്ന സ്കൂളിലത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ആത്മാർത്ഥമായിട്ടൊക്കെ പ്രാർത്ഥിച്ച് എല്ലാവരുടെയും ഓരോരുത്തരും ആ പിള്ളേരൊക്കെ അവരുടെ വീടുകളിൽ ഒക്കെ ഓരോരുത്തരും പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ മക്കളുടെ കൂട്ടുകാരൊക്കെ ഈശോനെ കാണുവാൻ വരികയും വേണ്ട സപ്പോർട്ട് തരികയും എല്ലാം ചെയ്തു. ഞങ്ങളുടെ ഇടവക ജനങ്ങളും നാട്ടുകാരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈശോൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു കേട്ടോ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡോക്ടർ ഹേമയും കമലഹാസൻ സാറും ഒക്കെ എന്താ പറയുക, ഞാൻ ആ കോറിഡോറിൽ ഇരിക്കുമ്പോഴെല്ലാം അവർ അതിലും വഴി പോകുമ്പോഴെല്ലാം ഈശോൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും എല്ലാം നമുക്ക് വേണ്ട സപ്പോർട്ടോടു കൂടി അവർ തന്ന ആ ഒരു സപ്പോർട്ടിന് എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു കേട്ടോ. നമ്മുടെ എന്താ പറയണത്, റിസപ്ഷനിലുള്ളവരും എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. എല്ലാം നമ്മുടെ റേഡിയോളജിസ്റ്റ്, ഡോക്ടറാണേലും എല്ലാവരും, അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി അടിക്കുന്ന അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും. നമ്മൾ പിന്നെ ഫിസിയോയ്ക്കൊക്കെ പോകുമ്പോൾ മറ്റ് സെഷനിലുള്ള നേഴ്സുമാരും ക്ലീനിങ് സ്റ്റാഫുകളും അറ്റൻഡേഴ്സും എല്ലാവരും നമ്മളെവിടെ വെച്ച് കണ്ടാലും നമ്മുടെ ഈശോൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും എല്ലാം നമുക്ക് വേണ്ട സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നു. നമ്മുടെ സെക്യൂരിറ്റിമാരെല്ലാം നമുക്ക് ഒരുപാട് സപ്പോർട്ട് അവിടെ ചെയ്തു തന്നു. കാരണം എന്താ പറയുക, വിസിറ്റേഴ്സിനെയൊന്നും അവിടെ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ അവരത് വേണ്ട സ്ട്രിക്റ്റായിട്ട് തന്നെ അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം അവർ ഇത് ചെയ്തു. കാരണം ഇൻഫെക്ഷനൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പ്രത്യേകം വിസിറ്റേഴ്സിനെ ഒന്നും അലൗഡ് ആക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം അവർ കൃത്യമായി തന്നെ ചെയ്തു. എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു കേട്ടോ. ബാങ്കിലെ കാര്യങ്ങളും എല്ലാം ഈച്ചാൻ ചെയ്തുകൊണ്ടിരുന്നത്, അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ഇതും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇതോ ഒന്നും എനിക്ക് ആ സമയത്ത് പേരോ എൻ്റെ നമ്പരോ ഒന്നും എൻ്റെ ഓർമ്മയിലില്ലായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും എടുത്തു തന്നത് ഞങ്ങളുടെ ബാങ്കാണ് കേട്ടോ. നമ്മുടെ ആന്ധ്ര ബാങ്ക്, ഞങ്ങളുടെ അടുത്തുള്ള കുലശേഖരം കൂട്ടുമേലുള്ള ഞങ്ങളുടെ ബാങ്കിലെ സ്റ്റാഫ്, എന്താ പറയണ, അവിടുത്തെ പ്രത്യേകിച്ച് ജയൻ സാറൊക്കെ എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് എല്ലാം സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയണത്, പൈസ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളും എല്ലാം എന്താ പറയണത്, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി അവരതിനനുസരിച്ച് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്താ പറയണത് കറക്റ്റായ രീതിയിലെല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നു. എല്ലാവരെയും നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുന്നു കേട്ടോ. ഒരാളെയും നമുക്ക് മാറ്റി നിർത്താനില്ല. ഇനിയിപ്പോൾ ആരോടെങ്കിലുമൊക്കെ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. എല്ലാവരോടും നമ്മൾ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുവാണ്. നമ്മളുടെ ഈശോൻ്റെ ട്രീറ്റ്മെൻറ്റ് നേതൃത്വം കൊടുത്ത ഡോക്ടർ അനു തോമസ് സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം സാർ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നാണ് എൻ്റെ ഈശോൻ്റെ കാര്യം ട്രീറ്റ്മെൻറ്റിന് നേതൃത്വം കൊടുത്തത്. ഇത്രയും ഞങ്ങൾക്ക് സാറ് വേണ്ട കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് സാറും സാറിൻ്റെ ടീമുകളും ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. ഇത്രയും നാൾ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ ഞങ്ങൾക്കൊരു നാളും ഞങ്ങളുടെ അന്നമായിരുന്നു എന്ന് പറയുമായിരുന്നു. കാരണം ഞാനവിടെ ജോലി ചെയ്തിരുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്ത് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി പോകാൻ പറ്റിയിരുന്നു. പണ്ട് ഇസ്രായേലിന് വരുന്നതിന് മുന്നേ അത്രയും സപ്പോർട്ടാണ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് അന്നത്തെ കാലത്ത് തന്നുകൊണ്ടിരുന്നത്. അതേ സപ്പോർട്ട് തന്നെ അത് നമുക്ക് എൻ്റെ ഈച്ചായൻ്റെ കാര്യം വന്നപ്പോഴും അവരെല്ലാം ആത്മാർത്ഥമായിട്ട് അവിടുത്തെ ഓരോ സ്റ്റാഫും ഓരോ മാനേജ്മെൻറ്റും ഓരോ കാര്യങ്ങളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്തു തന്നു. ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും ഈച്ചായൻ ICUവിലായിരുന്ന സമയത്തും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു താഴെ.
എല്ലാവരും കാണുവാനായിട്ടും എല്ലാം വന്ന് എല്ലാവരും ഞങ്ങളോട് അവരുടെ സ്നേഹം പങ്കുവെച്ചു. നൈറ്റിൽ ഐസിയുലായിരുന്ന സമയത്ത് ഇച്ചായൻ നൈറ്റിൽ ഞാൻ വീട്ടിലോട്ട് പോവുകയും നൈറ്റിൽ വന്ന് കിടക്കാനായിട്ട് ഞങ്ങളുടെ കൊച്ചപ്പന്മാരുടെ മക്കളെല്ലാവരുമാണ് വന്ന് നൈറ്റിൽ വന്ന് കിടന്നുകൊണ്ടിരുന്നത്. പകലെല്ലാം എനിക്ക് ഞങ്ങളുടെ ആൻറ്റിമാരും ചേച്ചിമാരും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് ചാച്ചൻ കൊച്ചപ്പൻ. ഇച്ചായനെ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നൊന്നും ആക്സിഡൻ്റ് ആയെന്ന് അറിഞ്ഞപ്പോഴേ വീട്ടിൽ നിന്ന് എടുത്ത് ഓടിപ്പോന്നു എന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിലോട്ട്. അന്ന് തുടങ്ങിയ ഒരിത് ഐസിയുന്ന് റൂമിലോട്ട് മാറ്റുന്നത് വരെ ഹോസ്പിറ്റലിൽ രാവിലെ വന്നു കഴിഞ്ഞെന്ന രാത്രി ലേറ്റായിട്ട് പോകത്തക്ക രീതിയിലാണ് ചാച്ചൻ കൊച്ചപ്പൻ അവിടെ ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ചേർന്ന് ബേബി കൊച്ചപ്പനും എല്ലാവരും മറ്റു കൊച്ചപ്പന്മാരും എല്ലാവരും ഓരോ കൊച്ചപ്പന്മാരും ആൻറ്റിമാരും എല്ലാവരും വന്ന് കൂട്ടിന് അവിടെ ഇരിക്കുകയും എല്ലാത്തിനും എന്നോട് സപ്പോർട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഇച്ചായൻ നടക്കും, പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി, യാത്ര ചെയ്യാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും ഓക്കെയായി. എല്ലാം ദൈവം ഇത്രയും റെഡിയാക്കി തന്നു കേട്ടോ. എല്ലാം ദൈവത്തിൻ്റെ ഒരു നന്ദി മാത്രമാണ് പറയാനുള്ളത് കേട്ടോ. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾ ആ കൃപാസനത്തിൽ പോയി അതിൻ്റെ സാക്ഷ്യമൊക്കെ പറഞ്ഞായിരുന്നു. കാരണം ആ ഉടമ്പടി എടുത്തത് മുതൽ ഒരുപാട് മാറ്റമാണ് നമ്മുടെ കണ്ണിൽ മുമ്പിൽ. അത്രയും മാറ്റം നടന്നപ്പോൾ നമ്മൾ പോയി ആ സാക്ഷ്യം പറഞ്ഞു. ആ ആക്സിഡൻറ്റ് നടന്ന ആ സ്പോട്ടിൽ ഇച്ചാൻ്റെ അടുത്തോട്ട് ഓടിക്കൂടിയ ഓരോരുത്തരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു കേട്ടോ. അതിൽ നമ്മൾ അറിയുന്ന ആളുകളും എല്ലാവരും ഉണ്ടായിരുന്നു. അതിലൊരാൾ ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനുള്ള നിർദ്ദേശം കൊടുത്ത് ഞാൻ അവർക്ക്. അവരെത്രയും പെട്ടെന്ന് അതുപോലെ തന്നെ ചെയ്ത്, അതുകൊണ്ട് എല്ലാം കറക്റ്റ് സമയത്ത് ദൈവം ഇടപെട്ട് ചെയ്തു തന്നു കേട്ടോ. ഈ ഫോട്ടോ എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് എന്നെ ഇച്ചായൻ ഇസ്രായേലിന് എന്നെ പോരാൻ വേണ്ടിയിട്ട് എന്നെ ആക്കാൻ വന്നപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നതാണ്. അന്നേരം എടുത്ത ഫോട്ടോയാണ് കേട്ടോ. ഞാൻ 47 ദിവസത്തെ ലീവിന് എമർജൻസി ആയിട്ട് നാട്ടിൽ വന്നതായിരുന്നു. എൻ്റെ ഇച്ചായനെ അതിനുള്ളിലെല്ലാം റെഡിയാക്കി തന്ന് ദൈവം സെറ്റാക്കി തന്ന് ഞാൻ തിരിച്ച് ഇസ്രായേലിന് പോകുന്നു. ജോലിക്ക് കയറി, കുഴപ്പമൊന്നുമില്ല, എല്ലാ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. അപ്പോൾ അന്നെടുത്ത ഫോട്ടോയാണേ. ഇത്രയും ഓക്കെ ആക്കി തന്നു എൻ്റെ ഇച്ചായൻ പള്ളിയിൽ പോയി തുടങ്ങിയെങ്കിലും ഇച്ചായനെ അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജയൻ ചേട്ടനും ജോയി ചേട്ടനും മറ്റ് കുട്ടികളും എല്ലാവരും ആത്മാർത്ഥമായിട്ട്, അച്ഛനും വികാരി അച്ഛനും സിസ്റ്റേഴ്സും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇച്ചായന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് സഹകരിച്ച് പോണ്. എല്ലാവരും ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കൃപാസനത്തിലെ യൂട്യൂബ് ചാനലിൽ വന്നേക്കുന്നത് ഏപ്രിൽ 9 കേട്ടോ വന്നേക്കുന്നത്. ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞത്.